हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा भवन परेशन की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ രാധാഷ്ടമി സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാവർക്കും അറിയാം രാധാറാണിയുടെ അവതരിച്ച ദിവസമാണല്ലേ, അല്ലെങ്കിൽ രാധാറാണിയുടെ പിറന്നാളാണ്. അപ്പോൾ നമുക്ക് വളരെയധികം നമ്മളെ വൈഷ്ണവ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് രാധാഷ്ടമി എന്ന് പറയുന്നത്. ജന്മാഷ്ടമി, രാധാഷ്ടമി, ഇതൊക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം രാധാഷ്ടമി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആരാണോ രാധ എന്ന നാമം ജപിക്കുന്നത് അവരുടെ കൂടെ കൃഷ്ണൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രാധ എന്ന നാമത്തിൽ ആരിയ്ക്കുന്നു? ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നു. അപ്പോൾ ആ രാധാറാണിയുടെ ആരാണോ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുന്നത് അവർക്ക് നിശ്ചയമായിട്ടും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടാവും. യാതൊരു സംശയവും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഭഗവാന്റെ അന്തർശക്തിയാണ്. അന്തർശക്തി എന്ന് മാത്രമല്ല, ഭഗവാന്റെ എല്ലാ എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഭഗവാനിലുള്ള സമസ്ത ഗുണങ്ങളും അതിൻ്റെ ഏറ്റവും തീവ്രമായിരിക്കുന്ന അളവിൽ ആരിലുണ്ട്? ശ്രീമതി രാധാറാണിയിലുണ്ട്. ഭഗവാൻ പോലും രാധാറാണിയെ വണങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ശ്രീമതി രാധാറാണിയെ ആരാണോ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത് അവർക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയാൽ അറിയാൻ പറ്റും, അവിടെ നോർമലി സംസാരിക്കുന്നവർ പോലും എന്താ സംസാരിക്കുക വെച്ചാൽ രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കാറ്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പം ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്നത് പോലെ അവിടെ അവരെ വൃന്ദാവനവാസികൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ രാധേ രാധേ എന്നാണ് വിളിക്കുക. അത്രത്തോളം രാധാറാണിയുടെ നാമം അവിടെ ഉച്ചരിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾക്കുള്ള ആ ഒരു നമ്മുടെ ജീവിത ശൈലിയിലും മാറ്റങ്ങൾ വന്ന് ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കാലഘട്ടം എന്നാണോ മാറുന്നത്, ആ കാലഘട്ടത്തിൽ മാത്രമേ മനുഷ്യവംശം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. യാതൊന്നിനും തന്നെ, മനുഷ്യനാൽ നിർമ്മിതമായിരിക്കുന്ന യാതൊന്നിനും തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തെ രക്ഷപ്പെടുത്താനാവില്ല എന്നുള്ള ഒറ്റ കാര്യം നമ്മൾ മറക്കരുത്. രാധാറാണിയുടെ ആ നാമത്തിലിരിക്കുന്ന കൃഷ്ണ തത്വം അത് നമുക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കില്ല. ശ്രീല രൂപഗോസ്വാമി പോലും പറയുന്നു, അദ്ദേഹത്തിന് പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ആരെക്കൊണ്ടും സാധിക്കില്ല രാധാറാണിയെ കുറിച്ച് വർണ്ണിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഗുരുവായൂർ മഞ്ജരീസിലൂടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ രാധാറാണിയുടെ ഒരു ചെറിയൊരു ഭാഗം, നമുക്കൊന്നും ഫുള്ളൊന്നും പറയാനൊന്നും നമുക്കൊണ്ട് ഒരിക്കലും പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം പറയാൻ ശ്രീമതി രാധാറാണി അനുഗ്രഹം തന്നു, അതും രാധാഷ്ടമി ദിവസം. പക്ഷേ എനിക്ക് എത്രത്തോളം അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പോരായ്മകൾ ഉണ്ടായേക്കാം, ക്ഷമിക്കുക. നമ്മളൊരു ശ്രമം നടത്തുകയാണ്. ഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിലും ഗുരുപരമ്പരയെക്കുറിച്ച് പറയാനാണെങ്കിലും ഒക്കെ നമ്മൾ മുന്നും പിന്നും ചിന്തിക്കാതെ നമ്മളെ ബുക്കുകൾ എടുത്ത് പറഞ്ഞ്, ഇത് കുറച്ച് ദിവസത്തെ എൻ്റെ ഒരു പഠനമായിരുന്നു, എന്നാലും അതിൻ്റെ 1% പോലും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ശ്രീമതി രാധാറാണിയെ കുറിച്ച് പറയാൻ. പരമകാരുണ്യവാനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹവും സാക്ഷാൽ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യവും ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും, എനിക്ക് പറയാനും സാധിക്കും. എനിവേ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ അന്തർശക്തിയാണ്. അതെല്ലാവർക്കും അറിയാം അല്ലെ? ശക്തി ഉണ്ടെങ്കിലേ ശക്തനുള്ളൂ, ശക്തൻ ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ. അപ്പൊ ഭഗവാന്റെ അന്തർശക്തിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീമതി രാധാറാണി. ഇത് നമ്മൾ കണക്ട് ചെയ്താണ് പറഞ്ഞു പോവുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണനാണ് പരമമായിരിക്കുന്ന ബ്രഹ്മമെന്ന്, അല്ലെ? ഭാഗവതത്തിലും ഗീതയിലൊക്കെ നമ്മൾ ഭഗവാനെ എന്തെന്ന് പറയുന്നു? പരമ ദിവ്യോത്തമ പുരുഷൻ, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ, ബ്രഹ്മം എന്നീ പേരുകളിലൂടെ അനേകായിരം കോടാനുകോടി നാമങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കൂടിയും ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും നമ്മൾ അദ്ദേഹത്തെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് ബ്രഹ്മമെന്നും പരമസത്യമെന്നും പിന്നെ അതുപോലെ അഖില കോടി ബ്രഹ്മാണ്ഡ നായകനെന്നും അങ്ങനെ നമ്മൾ പരമ ദിവ്യോത്തമ പുരുഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം രാധാറാണിയിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കൃഷ്ണനാണ് പരമബ്രഹ്മം എന്നുള്ള ആ ഒരൊറ്റ വസ്തുത നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്താ പറയേണ്ടത്? കൃഷ്ണനാണ് പരമബ്രഹ്മം, പരബ്രഹ്മ പരം ധാമം പവിത്രം പരം ഭവാൻ എന്നാണ് ഭാഗവതത്തിൽ 10 മുതൽ 12 വരെയുള്ള ശ്ലോകത്തിൽ അധ്യായത്തിലൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പരബ്രഹ്മം നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നല്ല ഭക്ഷണം, നല്ല യാത്ര, നല്ല താമസം,
നല്ല സുഖ സൗകര്യങ്ങൾ, നല്ല ജീവിതങ്ങൾ, നല്ല ബന്ധങ്ങൾ, ഇത് മാത്രമാണ് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭൗതികതയിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ഭഗവാനെ, ആ പരബ്രഹ്മത്തെ ആസ്വദിക്കാൻ വേണ്ടി ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നത്, ആ ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആ ഒരു ആസ്വാദന മഹാരാജാവ് എന്ന് നമ്മൾ പറയണം. ആരുടെ പേരിലാണോ ഈ ഗ്രഹത്തെ ഭാരതവർഷം എന്ന് വിളിക്കുന്നത്, ഭാരതവർഷത്തെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ നമ്മൾ വേദിക് കോസ്മോളജി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 14 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ മുകളിലേക്കും 7 ലോകങ്ങൾ, താഴേക്കും 7 ലോകങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ രാധാറാണിയുടെ കഥ പറയുന്നത് പോലെ വേദിക് കോസ്മോളജി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭരത മഹാരാജാവിന്റെ പേരിലാണ് ഭാരതവർഷം എന്ന് വിളിക്കുന്നത്, അല്ലെ? അത് മാത്രം ഒന്ന് പഠിച്ചു പോവുക. ആ ഭരത മഹാരാജാവ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. മനസ്സിലായില്ലേ? ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു ആര്? ഭരത മഹാരാജാവ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമുക്ക് ഭാരതവർഷം എന്നുള്ള ആ ഒരു നാമം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ 24-ാമത്തെ വയസ്സിൽ, ഏറ്റവും ചെറിയ പ്രായത്തിൽ, വെറും ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പം അദ്ദേഹം എന്ത് ചെയ്തു? സമസ്തവും ഉപേക്ഷിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ജീവിതം തുടങ്ങുന്ന ആ സമയത്ത് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ശരിയാണ്, പക്ഷെ ഇത് കുറച്ച് പഴയ കഥയുമാണ്. എങ്കിൽ കൂടിയും നമുക്ക് ബുദ്ധനെ കുറിച്ച് അറിയാം. ബുദ്ധൻ എങ്ങനെ? അദ്ദേഹവും ഒരു രാജകുമാരനായിരുന്നു. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സാക്ഷാൽ ബുദ്ധനും ആരായിരുന്നു? ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമല്ല, നല്ലൊരു ക്ഷത്രിയൻ കൂടിയായിരുന്നു ഈ ബുദ്ധൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ സുന്ദരികളായ സ്ത്രീകളോടുകൂടി എപ്പോഴും സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ ഒരുപാട് സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവരെപ്പോഴും നൃത്തം ചെയ്യും, രാജാക്കന്മാരുമായിട്ട്, രാജകുമാരന്മാരായിട്ടൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. അങ്ങനെ ശീലിച്ച, പൗരസ്ത്യ രാജ്യങ്ങളിൽ ശീലിച്ച ഒരു കൊട്ടാരത്തിന്റെ ആനന്ദം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ബുദ്ധനും അത്തരം ഒരു ആനന്ദത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നോർമലി ഭൗതികതയിലേക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റായി പിന്നീട് ഉണ്ടാവുന്ന ഒരു മാറ്റം, ഒരു ചെറിയ ട്വിസ്റ്റ്, അല്ലെ? ആ ട്വിസ്റ്റാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ, എന്താ കൃഷ്ണ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദുഃഖങ്ങൾ തരുന്നത് എന്ന് ചിന്തിക്കരുത്. ഭഗവാൻ നമ്മളെ വഴി നടത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വയ്യാതെ കിടക്കുമ്പോഴേ ആരോഗ്യത്തിന്റെ വിലയറിയും. ആലോചിച്ചു, ഒന്ന് നമ്മൾ വയ്യാതെ ഒന്ന് തളർന്നു കിടന്നു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണോ എന്ന് ചിന്തിച്ചു. അതുവരെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ വില അറിയില്ല. ഞാനെന്ന മനോഭാവത്തിൽ ജീവിക്കും. പക്ഷെ എപ്പോഴാണോ തളർന്നു പോകുന്നത്, അപ്പോൾ ആരോഗ്യത്തിന്റെ വില അറിയാം എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ എപ്പോഴാണോ ദുഃഖങ്ങൾ കടന്നു വരുന്നത്, അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ തേടുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ ഈശ്വരനെ തേടുന്നത്. പക്ഷേ ഈ ബുദ്ധൻ എന്ത് ചെയ്തു? രാജകുമാരനായിരുന്ന ഈ ബുദ്ധനും നമ്മുടെ ഭരത മഹാരാജാവിനെ പോലെ അദ്ദേഹത്തിന്റെ സമസ്ത സുഖ സൗകര്യങ്ങളും അങ്ങ് ഉപേക്ഷിച്ചു. എല്ലാം അങ്ങ് ഉപേക്ഷിച്ചു. ഇനി ഒന്നും വേണ്ട, ഭഗവാൻ മതി എന്ന ചിന്തയിൽ എല്ലാം അങ്ങ് ഉപേക്ഷിക്കുകയാണ്. ബ്രാഹ്മണ സുഖം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചിരിക്കുന്നത്. നമ്മളെ ഈ നാട്ടില് ഇന്ന് ബ്രാഹ്മണന്മാരെ നമ്മൾ ഒരുപാട് നമ്മൾ അങ്ങോട്ടേക്ക് അധപ്പതിപ്പിച്ച് സംസാരിക്കും, അല്ലെ? ഒത്തിരി താഴ്ത്തിക്കെട്ടി നമ്മൾ സംസാരിക്കും. ഒരിക്കലും ബ്രാഹ്മണ നിന്ദ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വളരെയധികം തെറ്റാണ്. ഏതൊരു ബ്രാഹ്മണനാണെങ്കിലും ശരി, അവർ തെറ്റ് ചെയ്യുന്നോ ചെയ്യാതിരിക്കുന്നോ, അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ പോലും ഒരു അനുഗ്രഹം വേണം, അല്ലാതെ ജനിക്കില്ല. എന്നാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആരാണോ ജാതി മത ഭേദമന്യേ സംസാരിക്കുന്നത്, ജാതിയെ തരം താഴ്ത്തി, മതത്തെ തരം താഴ്ത്തി, ധാർമ്മികതയില്ലാതെ എങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ജന്മം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ജന്മമാണ്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന 84 ദശലക്ഷം ജീവികളായിട്ടും അവർ ജനിക്കേണ്ടി വരും. മലത്തിലെ കൃമിയായിട്ട് പോലും അവർ ജനിക്കേണ്ടി വരും. ഒരിക്കലും നമ്മൾ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒന്നും സംസാരിക്കരുത്. ഭഗവാനാണ് അവിടെ ഒരു അളവുകോൽ കൊണ്ട് അളക്കുന്നത്. ഇന്ന് ഞാനൊരു ഭക്ഷണം ഒരാൾക്ക് കൊടുത്താൽ നാളെ 10 പേര് എനിക്ക് തരും. അത് ആ 10 പേര് തരുമെന്ന് കരുതിയിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് തൂക്കം വെച്ച് ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തോ, ഏതൊക്കെ രീതിയിൽ ജീവിച്ചോ, അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ജനിക്കുന്ന കുലം. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വേദാധ്യായനങ്ങളോടുകൂടി ഭഗവാനുമായിട്ട് വളരെ അടുത്ത് ക്ലോസ് ആവാണ്,
അല്ലെ? അപ്പൊ ആ ഒരു ബന്ധം ലഭിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നത്? ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 100,000 കണക്കിന് ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. മാത്രമല്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തപസ്യ എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോയിരുന്ന് കുറച്ച് കാവ്യം എടുത്തുകൊണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിൽ പറയുന്ന പോലെ ഒരു രുദ്രാക്ഷം ഇട്ടുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നതിനെ ഒരിക്കലും തപസ്സെന്നോ തപസ്യാന്നോ പറയില്ല. സമസ്ത സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഒരു സാത്വികമായിരിക്കുന്ന ജീവിതത്തിലൂടെ ഭഗവാനെ കാണാൻ ശ്രമിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ എന്തെന്ന് പറയും? തപസ്യ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇരിക്കെ ഈ തപസ്യ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ സ്വമേധയാ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ കഠിനമായ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഒരിക്കലും തപസ്യൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല, ഒരിക്കലും കടന്നു വരില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഈ തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയില്ല. പലരും തപസ്യയുടെ വഴിയിൽ പോയിട്ട് പിന്നെ ഇതൊന്നും വേണ്ട എന്ന് കരുതി പോരുന്നവരുണ്ട്. ആലോചിച്ചു, കുറേ നാള് വെജിറ്റേറിയൻ ആയിരുന്നിട്ട് എന്തിന് ഞാനിപ്പോ ഇങ്ങനെ വെജിറ്റേറിയനായി, മതി, നോൺ കഴിക്കാം എന്ന് കരുതി കഴിക്കുന്നവരുണ്ട്. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന കണക്കിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ വ്രതഭംഗമാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാത്വിക മനോഭാവങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്ന് പറയും? അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ദുരിതം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, തപസ്യ, ഇതൊന്നും നമ്മൾ കൈവിടരുത്. അതിനെ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾക്കൊരിക്കലും റിട്ടേൺസ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഭഗവാനിൽ നിന്ന്. അത് അദ്ദേഹത്തിന് അറിയാം തരണോ വേണ്ടേ എന്നുള്ളത്. തരേണ്ട സമയമാകുമ്പം തരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം തരും. അതിന് ഈ ജന്മമായാലും അടുത്ത ജന്മമായാലും എപ്പോഴായാലും ശരി തരും. നമ്മളായിട്ട് ഈശ്വരനോടൊന്നും ചോദിച്ചു വാങ്ങണ്ട. ഒരു ചെറിയ ബ്രാഹ്മണ സുഖം ആസ്വദിക്കാൻ ഈ ലോകത്തിലെ സമസ്ത ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ, ഭരതരാജാവിനും ബുദ്ധനും അതുപോലെയുള്ള കോടാനുകോടി ആളുകൾക്കും സാധിക്കുമെങ്കിൽ, പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഈ ഭൗതിക സുഖം അനുഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കിക്കേ. ഇവരെ പോലെയുള്ള ഭക്തർക്ക് ഈ ഭൗതിക സുഖം ഉപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ, പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഈ ഭൗതിക സുഖം ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇത് വളരെ യുക്തിസഹമായിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെ? ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭഗവാൻ എന്ത് നോക്കാൻ, വെറുതെ ഇരുന്നാ മതി, പാല്, വെണ്ണ, ഫ്രൂട്ട്സ്, അവില്, പഴം, ഭഗവാന് നിറച്ചും കാശ്, വസ്ത്രം, ഇതൊക്കെ ഇങ്ങനെ വരില്ലേ, പിന്നെ ഭഗവാൻ എന്തേലും ചിന്തിക്കണോ എന്ന് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മൾ പോലും തമാശയ്ക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ കൃഷ്ണൻ, അതായത് സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷൻ, ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനം ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൃഷ്ണൻ എന്താണ്? ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനം, അത് ആസ്വദിക്കുന്നു എന്നാ പറയുന്നത്. ലക്ഷ്മി ശത എന്ന് പറയാൻ 100, സംഭ്രമ സേവ്യമാനം. ചിന്തിച്ചു നോക്കണം. അപ്പൊ ഭഗവാൻ എന്താണ് ആസ്വദിക്കുന്നത്? എന്താ ഭഗവാൻ ആസ്വദിക്കുന്നത്? ഭഗവാന് ലഭിക്കുന്ന സാധനങ്ങളോ സുഖ സൗകര്യങ്ങളോ, ഭഗവാന്റെ എന്താ പറയാ, ഭഗവാന്റെ മുമ്പിൽ വെക്കുന്ന കാണി, ഇതൊന്നുമല്ല ഭഗവാൻ ആസ്വദിക്കുക. ഭഗവാൻ ആസ്വദിക്കുന്നത് സാക്ഷാൽ ശ്രീമതി രാധാറാണിയുടെ എന്താ പറയാ 100%, അതിൽ കൂടുതലുള്ള ഭക്തിയാണ്, പ്രേമമാണ് ഭഗവാൻ ആസ്വദിക്കുന്നത്. അപ്പൊ ആ രാധാറാണിയെ ആരാണോ ഫോളോ ചെയ്യുന്നത് അവരോട് ഭഗവാൻ ഒരു പ്രത്യേക മമതയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുമ്പോഴും ജയ് ശ്രീ രാധേ രാധേ എന്ന നാമം നമ്മൾ ഉച്ചരിക്കുന്നത്. രാ എന്ന് കേട്ടാലേ ഭഗവാൻ അവിടെ ഓടിയെത്തും. പിന്നല്ലേ രാധ എന്ന് കേൾക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ പറയുന്നത്. അപ്പൊ രാ എന്ന നാമവും ധ എന്ന രാമവും കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആര് വന്നു? ഭഗവാൻ കൃഷ്ണൻ വന്നു. അപ്പോ ലക്ഷക്കണക്കിന് ഭാഗ്യദേവതകൾ അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം, നമ്മൾ അടക്കമുള്ളവർ. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സമയവും കളഞ്ഞ് ട്രസ്റ്റിന്റെ പിന്നാലെയും ആളുകൾക്ക് ക്ലാസ് എടുത്തും ജപിപ്പിച്ചും വിളിക്കുന്നവർക്കൊക്കെ ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുത്തും ഇങ്ങനെ ഓടി നടന്നാൽ? പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, മാതാജി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നോക്കണ്ടേ, നിങ്ങൾക്കൊരു വീട് വെക്കണ്ടേ, നിങ്ങൾ ഇതിങ്ങനെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും ആളുകളെ വിളിക്കാനും വിളിക്കുന്നവരോട് ഭഗവാന്റെ കഥ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതം എന്താകും? യോഗം ക്ഷേമം വഹാമ്യ, ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള ആൻസർ. നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന്റെ ഭഗവാൻ നമ്മുടെ കാര്യം നോക്കിക്കോളും. നമുക്ക് അങ്ങനെ വലിയ പണവും പ്രശസ്തി സൗകര്യങ്ങളും ഒന്നും വേണമെന്നൊരു ആഗ്രഹവും ഇല്ല. എത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ.
അങ്ങനെ അറിയാത്ത ഒരു ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പം എന്തിനു വേണ്ടിയാണ്? അപ്പൊ ചോദിക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കോ എന്ന്. നമ്മൾ നമ്മുടെ മക്കളെ എത്ര നന്നായി വളർത്തിയാലും ശരി, നമ്മളുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന പല കുടുംബങ്ങളും ഉണ്ട് അല്ലെ? നമ്മുടെ മക്കളുടെ കൺട്രോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. അവിടെ നമ്മൾ ആരെ വിളിക്കും? ഭഗവാനെ ഒന്ന് രക്ഷിക്കണേ എന്ന് വിളിക്കും. അപ്പൊ ആ ഭഗവാൻ ആദ്യം മുതലേ രക്ഷിച്ചോളും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി. ആദ്യം മുതലേ ഭഗവാൻ അത് ചെയ്തു. നമ്മൾ ഭഗവാന്റെ സേവനമാണോ ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ ബാക്കി നോക്കിക്കോളും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനി ഷിബു മാതാജി അല്ലെ? നമ്മുടെ സിനി ഷിബു മാതാജി വളരെ ക്ലോസ് ആണ് മഞ്ജരീസുമായിട്ട്. പക്ഷെ ഒരു ദിവസം മാതാജി അങ്ങ് ലെഫ്റ്റായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഞാൻ പൊതുവേ ലെഫ്റ്റ് ആവുന്നവരെ വിളിച്ച് എന്താ കാര്യം എന്ന് ചോദിക്കും. കാരണം എല്ലാവർക്കും ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യലൊന്നും അറിയില്ല. ചിലപ്പോൾ അയ്യോ മാതാജി മക്കളാരെയും കളിച്ച് ലെഫ്റ്റ് ആയി. അപ്പൊ അവർക്ക് ഒരിക്കൽ പോലും ഭഗവാന്റെ ഒരു കാര്യം മിസ്സായി പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അഡ്മിൻസിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അങ്ങനെ സിനി മാതാജി അതിന്റെ ഒരു 1 hour മുമ്പേ പോലും മെസ്സേജ് ഇട്ട ആള് പെട്ടെന്ന് എന്താ ലെഫ്റ്റ് ആയെന്ന് ചോദിച്ചപ്പോൾ മാതാജി എന്നോട് പറഞ്ഞു, മാതാജി ഒന്നുമില്ല, എനിക്കൊരു ഭയങ്കര സങ്കടമാണ്. ഞാൻ എന്ത് പറ്റി? മാതാജി എന്ത് പറയാനാ, എൻ്റെ ഹസ്ബൻഡിനും ഒരു പാർട്ട്ണറുണ്ട്, ഒരു ഇക്ക. അപ്പൊ അദ്ദേഹമാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നോക്കിയപ്പോഴേക്കും വയ്യാണ്ടായി. പെട്ടെന്ന് നോക്കിയപ്പോൾ ക്യാൻസർ ആണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളുടെ തലയിലായി. ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല മാതാജി. അവർക്ക് എന്തോ ഈ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു ഹോൾസെയിൽ ഷോപ്പോ മറ്റുമാണ്. അപ്പൊ ഇനി ഞാനും അവിടെ പോയി ഇരിക്കണം മാതാജി. എനിക്കിനി ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റില്ല, ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പൊ സിനി ഷിബു മാതാജി ലൈവിലുണ്ട്. ഞാൻ ദിവ്യയോട് പറഞ്ഞു, ദിവ്യ അവരെ വിളിക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാജി നിങ്ങളിപ്പോ ഷോപ്പിൽ പോയിരുന്നത് കൊണ്ടോ കാര്യങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടോ ഒന്നും അതിനൊരു കംപ്ലീഷൻ വരില്ല. വരൂ? ഇല്ലേ മാതാജി, എന്നാലും നമ്മൾ നോക്കിക്കോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഇക്കയുടെ ക്യാൻസർ മാറ്റാൻ നമ്മുടെ ഗുരുവായൂരപ്പന്, നമ്മുടെ കിച്ചൂട്ടന് ശക്തി ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് തന്ന മാതാജി എന്ത് ചെയ്യുന്നു ചോദിച്ചു. മാതാജി എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, ഭഗവാൻ അങ്ങനെ രക്ഷിക്കും നമ്മളെ. ഞാൻ ഉറപ്പായിട്ടും രക്ഷിക്കും, അവിടുന്ന് തളരരുത്. മാതാജി മുന്നും പിന്നും ബാക്കും ഒന്നും ചിന്തിക്കേണ്ട, ഭഗവാന്റെ സേവനമായിട്ട് മുന്നോട്ട് പോകും. ചെയ്യേണ്ട സമയത്ത് ഭഗവാൻ അത് ചെയ്തോളും. ഞാൻ ഉറപ്പ് തരുന്നു മാതാജി, ഭഗവാൻ അത് പൂർണ്ണമായി അത് മാറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് അതൊരു നെഗറ്റീവ് റിപ്പോർട്ടായിട്ട് തരും എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കും മാതാജി. ഗ്രൂപ്പിൽ നിന്നൊന്നും ലെഫ്റ്റ് ആയിപ്പോണ്ട് അതിന്റെ പേരിൽ. ഇന്ന് വരെ മാതാജി എങ്ങനെ പോയോ അതേപോലെ ഭഗവാന്റെ സേവനമായിട്ട് പോകുന്നത്. മാതാജി ചെയ്യുന്ന സേവനം ഭഗവാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാണ് എന്ന് ഭഗവാൻ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, മാതാജിയുടെ അതൊരു നിഷ്കാമമായിരിക്കുന്ന പ്രേമഭക്തിയാണെന്ന് ഭഗവാന് തിരിച്ചറിയുന്ന നിമിഷം, മാതാജി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളെ ഭഗവാൻ തുടച്ചു നീക്കി തരുമെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ പോലും സിനി മാതാജി അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഗ്രൂപ്പിൽ അവർ ആഡ് ആവും ചെയ്ത് നന്നായി ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യാനും തുടങ്ങി. എപ്പോഴും ഹാപ്പി ആയിരുന്നു. അവരുടെ ഓരോ മെസ്സേജുകളും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അവരതേക്കുറിച്ച് ഒരിക്കൽ പോലും സംസാരിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടെസ്റ്റിനോ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വന്നപ്പോഴും മാതാജി ഒന്ന് പ്രാർത്ഥിക്കണേ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കി അവർ ഭഗവാനോട് എത്രത്തോളം വിശ്വാസത്തോടു കൂടി നിൽക്കുന്നു. 1% പോലും ഒരു അവിശ്വാസമില്ലാതെ സർവവും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സിനി മാതാജി ഏൽപ്പിച്ചുകൊണ്ട് മഞ്ജരീസിന്റെ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോയി. ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു, മാതാജി സർജറി കഴിഞ്ഞു, പക്ഷേ ക്യാൻസർ അല്ല എന്ന്. അതുവരെ ക്യാൻസർ ഫിക്സ് ചെയ്ത ഒരാൾക്ക് അത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ അല്ല. ഒന്ന് ആലോചിച്ചു. അപ്പൊ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അനിർവചനീയമാണ്. നമ്മൾ ഒന്ന് ചിന്തിക്കും, ഭഗവാൻ മറ്റൊന്ന് പ്രവർത്തിക്കും. അതാണ് ഭഗവാന്റെ രീതി. അങ്ങനെ എത്ര പേര് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പൊ ഭഗവാന്റെ സേവനം ആരാണോ ചെയ്യുന്നത് അവരിൽ ഭഗവാൻ 100% കൂടെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ലക്ഷക്കണക്കിന് ഭാഗ്യദേവതകൾ അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്കൊരു സേവനം ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ നമ്മൾ പോകുന്നതോ മറ്റു പല കാര്യങ്ങൾക്ക് പിന്നാലെയാണ്. ആ കാര്യങ്ങൾ ഫുൾഫില്ലാക്കി മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവസാനം അവരിൽ നിന്ന് കിട്ടുന്നത് വലിയ തിരിച്ചടികളായേക്കാം. സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് എല്ലാം കൊടുത്ത് മക്കളെ വളർത്തി അവസാനം മക്കളെ ചോദിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന്. അവിടെ തീർന്നില്ലേ ഒരു ആയുസ്, അവിടെ തീർന്നില്ലേ ഒരു ജന്മം. എന്നാൽ ഭഗവാന്റെ സേവനവുമായി ആരാണോ മുന്നോട്ട് പോകുന്നത് അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഭഗവാൻ അത് നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്ത് കയറി ചെയ്യുമെന്നുള്ളതാണ്. ഈ ലക്ഷ്മികൾ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷ്മികൾ ഭൗതിക ലക്ഷ്മികളാണെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? കൃഷ്ണൻ എങ്ങനെയാണ് ഭൗതിക സ്ത്രീകളിൽ ആനന്ദം കണ്ടെത്തുക? പലരും പറയാറുണ്ട് 16,000 ഭാര്യമാരുണ്ട്, 3 കോടി ഗോപികമാരുണ്ട്. ഈ സ്ത്രീകളിൽ ഭഗവാൻ ഒരു ഭൗതിക സുഖം കണ്ടെത്തുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇത് തെറ്റാണ്. അങ്ങനെ ഒരു ഭൗതിക സുഖം ഭഗവാൻ ആസ്വദിക്കുന്നില്ല. ആനന്ദ സിന്മയ രസപ്രതിഭാവാദി സിത്താഭിർ യ ഏവ നിജ രൂപതയാ കലാഭി എന്നാണ്
ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? ആനന്ദ സിന്മയ രസ പ്രതിഭാവിതാഭിസ്താഭിർ യ ഏവാ നിജ രൂപതയതാ കലാപി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസംഹിതയിലും പറയുന്നു, അവൻ തന്റെ ആനന്ദ സിന്മയ രസത്തെ, അതീന്ദ്രമായിരിക്കുന്ന ആനന്ദ ശക്തിയുടെ മൃദുലമായിരിക്കുന്ന വിപുലീകരണത്തെ കുറിച്ചാണ് ഭഗവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ആനന്ദം എന്താണ്? നിഷ്കാമമായിരിക്കുന്ന പ്രേമഭക്തി. അതാര് കൊടുക്കും? നമ്മൾ കൊടുക്കും, ഇല്ലേ? നമ്മൾ കൊടുക്കും ഭഗവാന് പ്രേമഭക്തി. അല്ലാതെ ഈ ഭൗതിക ലോകത്തെ പ്രണയോ പ്രേമോ അല്ല ഭഗവാൻ ആനന്ദിക്കുന്നത്. രാസലീല എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഈ ചിന്തയാണ്. തെറ്റാണത്. ആരാണോ എല്ലാം മറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഇട്ടല്ല, അയ്യോ എന്റെ അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ, ഇങ്ങനൊരു ചിന്ത വരും. കാരണം നമ്മൾ അതിൽ കോൺഷ്യസ് ആണ്. അതേസമയം വൃന്ദാവനത്തിലൊക്കെ പോയി നോക്കൂ, റഷ്യൻ ഡിവോട്ടീസിനെ നോക്കൂ, ഹരേ കൃഷ്ണ എന്ന നാമം കേൾക്കുമ്പോൾ അവർ സർവ്വതും മറന്നാടുകയാണ്. കാരണം ആ നാമത്തിൽ മാത്രമാണ് അവരുടെ കോൺസെൻട്രേഷൻ. അവർ ഈ ഭൗതികമായിരിക്കുന്ന ലോകത്തേ അവരില്ല, ആ നാമത്തിൽ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ നാമത്തിലേക്ക് ആരാണോ ശ്രദ്ധ ചെലുത്തിയിട്ട് ഭഗവാനെ എന്ന് പറയുന്ന ഹരേ കൃഷ്ണ, ഈ ഹരേ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീമതി രാധാറാണി അല്ലെ? കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ. അപ്പൊ ഈ ഹരേ എന്ന നാമവും കൃഷ്ണ എന്ന നാമവും ഒരുമിച്ച് വന്നാൽ ആരാണോ ആ നാമത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് പ്രേമഭക്തി. അപ്പൊ ആ പ്രേമഭക്തിയുടെ അതീന്ദ്രിയമായിരിക്കുന്ന ആനന്ദ ശക്തിയുടെ, അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല, ഭൗതികമായിരിക്കുന്നില്ല, അതീന്ദ്രിയമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഒരു ശക്തിയാണ് ആ പ്രേമഭക്തി. അപ്പൊ ആ ശക്തിയുടെ മൃദുലമായിരിക്കുന്ന ഒരു വിപുലീകരണം നമ്മൾ കൊണ്ടുവരണം, അല്ലെ? അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് അവിടെ ഒരു ആനന്ദം ഉണ്ടാകുന്നത്. ഈ ഗോപികമാരാണ് ഭഗവാന്റെ ആനന്ദ ശക്തിയുടെ വികാസം എന്ന് പറയുന്നത്. ആനന്ദശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? അത്രയും ആനന്ദശക്തി ആര് നൽകുന്നു? ഭഗവാന് സാക്ഷാൽ ശ്രീമതി രാധാറാണി നൽകുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആനന്ദ ശക്തിയാണ് എന്ത്? ശ്രീമതി രാധാറാണി. അപ്പൊ ആ രാധാറാണിയുടെ വികാസമാണ് ഈ ഗോപികമാർ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഗോപികമാര് വേറെ, ഭഗവാൻ വേറെ, രാധാറാണി വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഒന്നാണ്. അപ്പോ ഇവിടെ പറയുന്നു രാധാറാണിയാണ് കേന്ദ്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ശ്രീമതി രാധാറാണി. രാധാറാണിയാണ് കേന്ദ്രം എന്ന് പറയുമ്പോൾ അപ്പൊ രാധാറാണി അല്ല, പിന്നെ ഗോപികമാരാണ്. അതെങ്ങനെ ശരിയും? ഇപ്പോ നമ്മള് ഒരു എന്താ പറയാ, തേങ്ങ എടുത്ത് തിരുവി എടുത്തു. ആ തേങ്ങ രുചിച്ചു നോക്കി, എന്തുണ്ടാവും? നല്ല മധുരം ഉണ്ടാവും, എല്ലാം ഓക്കെ. അതിൽ നിന്നൊരു പാല് പിഴിഞ്ഞെടുത്തു. അപ്പൊ ആ നാളികേരവും ഈ പാലും തമ്മിൽ വ്യത്യസ്തമായി. കാരണം എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവില്ല, അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് തന്നെയാണ് നമുക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഭഗവാനിൽ നിന്ന് വന്ന ജീവാത്മാക്കളായതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ കീപ്പ് ചെയ്തു. അപ്പൊ ആ ബന്ധത്തെ നമ്മൾ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആനന്ദശക്തിയായ രാധാറാണിയെ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ പ്രേമഭക്തി നമ്മളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും. മനസ്സിലാവുന്നു? ഈ ഗോപികമാർ, അതായത് രാധാറാണിയുടെ വികാസങ്ങളായിരിക്കുന്ന ഈ ഗോപികമാരാണ് ഭഗവാനുമായിട്ട് നിരന്തരം കണക്ട് ആവുന്നത്. അല്ലാതെ ഭഗവാൻ ഒരിക്കലും സ്ത്രീകളോട് ആസക്തി തോന്നിയിട്ട് ചുറ്റിനും ഇങ്ങനെ സ്ത്രീകളെ വെച്ച് ആടിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരിക്കലുമല്ല. ആ ഒരു ചിന്ത പാടില്ല. അദ്ദേഹത്തിന്റെ ആനന്ദശക്തിയായിരിക്കുന്ന രാധാറാണിയുടെ വികാസങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം ഉള്ളത്. അതൊരിക്കലും ഭൗതിക സുഖമല്ല. അതേപോലെ നമുക്കൊരു ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒക്കെ ഉള്ളതുപോലെ രാധാറാണി ഒരു സാധാരണ സ്ത്രീയാണെന്നും നമ്മൾ ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ഭഗവാന്റെ ആനന്ദ ശക്തിയാണ് ശ്രീമതി രാധാറാണി. രാധാറാണിയുടെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ജനനമല്ല രാധാറാണിയുടെ ജനനം. പിന്നെന്താണ്? രാധാറാണിയുടെ അച്ഛനും അമ്മയും ആ രാധാറാണിയെ ഒരു വയലിൽ കണ്ടെത്തിയതാണ്. വയലില്ലേ, പാടത്തുള്ള ആ വയലിൽ വെച്ചാണ് രാധാറാണിയെ കണ്ടെത്തുന്നത്. അച്ഛൻ ഇങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിലം ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി വയലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ കുട്ടികളും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? നേരെ ആ കുട്ടിയെയും പിടിച്ചുകൊണ്ട് രാജ്ഞിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിതാ ഒരു നല്ല കുട്ടിയെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോ എങ്ങനെ കിട്ടി എന്ന് രാജ്ഞി ചോദിച്ചാൽ പറഞ്ഞു, ആ വയലിൽ വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു. രാധാറാണിയുടെ ജന്മം അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ജന്മം ഇന്നാണ്. രാധ എന്ന പേര് ഭാഗവതത്തിൽ കാണില്ല. ഭാഗവതം എടുത്തു നോക്കി അങ്ങനെ ഒരു പേര് കാണില്ല. അതുകൊണ്ട്
നിരീശ്വരവാദികളായിരിക്കുന്ന കുറെ ആളുകൾ പുരുഷന്മാർ എന്താ ചെയ്യുക, രാധാറാണിയുടെ പേര് ഭാഗവതത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കും. ഈ പേരെങ്ങനെ വന്നു രാധാറാണി എന്ന് അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ അതെങ്ങനെ വന്നു എന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനായ രാധേധ്യേ എന്നുണ്ട്, അനായ രാധ്യതേ എന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ധാരാളം ഗോപികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗോപികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ അന്തർശക്തിയുടെ വികാസമാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ, അദ്ദേഹത്തിന്റെ അന്തർശക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ വന്ന് നിൽക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? അല്ലെങ്കിൽ നമുക്കൊന്ന് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിൽക്കണം, അദ്ദേഹത്തെ ഒന്ന് കാണണം. ഓട്ടെ, അതൊക്കെ വിട്, കാണുന്നതൊക്കെ നമുക്ക് അസംഭവ്യമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങൾ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ ശ്രീലകത്ത് വെച്ച ഒരു പൂവെങ്കിലും നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ കിട്ടിയാലുള്ള നമ്മുടെ അവസ്ഥ എന്താണ്? വേറൊരു ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് മാറും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ അന്തർശക്തിയായ ശ്രീമതി രാധാറാണിയെ തന്നെ നമുക്ക് ആരാധിക്കാനും സ്നേഹിക്കാനുമുള്ള അവസരം ഭഗവാൻ നൽകിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല? അതാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോ കൃഷ്ണൻ ഗോപികയുടെ സേവനം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. കാരണം എന്താ? ഗോപികമാരുടെ സേവനം ഭഗവാൻ എന്തുകൊണ്ട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു? അത് രാധാറാണിയുടെ വികാസമാണ്, അല്ലാതെ ഭൗതിക ലോകത്തുള്ള ഒരു സംഭവമായിട്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് അനയാരാധ്യതേ, ആരാധ്യതേ. ഈ ആരാധതേ എന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാധ്യതേ എന്നാൽ ആരാധന എന്നാണ് അർത്ഥം. ആരാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന എന്നാണ് അർത്ഥം. ഈ ആരാധ്യത എന്ന വാക്കിൽ നിന്നാണ് രാധ വന്നിരിക്കുന്നത്. ആരാധന, ആരാധ്യതേ, മനസ്സിലാവുന്നത്? അതിൽ നിന്നാണ് രാധ എന്ന വേർഡ് വന്നിരിക്കുന്നത്. ഇത് മറ്റു പുരാണങ്ങളിൽ രാധാറാണിയുടെ പേരുണ്ട്, ഭാഗവതത്തിലില്ല. നമ്മൾ ഓർക്കണം. അങ്ങനെ രാധാറാണി, രാധയും കൃഷ്ണനും, കൃഷ്ണനാണ് ആസ്വാദകൻ. ഭഗവാൻ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പ്രേമഭക്തി അങ്ങ് വല്ലാതെ ഭഗവാൻ ആസ്വദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ആരായി? പരബ്രഹ്മമായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ ഇതൊന്നും ആസ്വദിക്കുന്നുമില്ല. കാരണം എന്താ? അത് ഭഗവാന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ എല്ലാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം, പക്ഷെ ഇതൊന്നും അദ്ദേഹം ആസ്വദിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ മോഹൻലാലിനെ കാണുമ്പം യോ ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് വീഴും. ഇതേ ലാലേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലോ സാധാ ഒരു അമ്മയും മകനും, അവർക്കൊരിക്കലും അതൊരു പുതുമയല്ല. അതേപോലെ ഭഗവാനും രാധാറാണി എന്ന് പറഞ്ഞാൽ അതൊന്നാണ്, അവിടെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മരാമൻ എന്താണ്? ആത്മരാമൻ അവനിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും. ഭഗവാനിൽ തന്നെ ഭഗവാന് ശ്രീമതി രാധാറാണി ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ പിന്നാലെ പോകുന്ന ഒരു സ്ത്രീലംബടനല്ല. സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി കൊടുക്കണം. 16,000 ഭാര്യമാരെയും വെച്ച് 3 കോടി ഗോപികമാരെയും വെച്ച് ആസ്വദിച്ച് നടക്കുന്ന ഓടക്കുഴലും പിടിച്ചെടുക്കുന്ന ഒരാളല്ലേ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കൊടുക്കും. അത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്, ഭഗവാന്റെ അന്തർശക്തിയായിരിക്കുന്ന ശ്രീമതി രാധാറാണിയുടെ വികാസങ്ങളായിരിക്കുന്ന ഗോപികമാർ എന്ന് നമ്മൾക്ക് ഒറ്റ വായിക്ക് ശ്വാസം വിടാതെ പറയാൻ പഠിക്കണം. അവിടെയാണ് നമ്മൾ ഭഗവാന്റെ പ്രേമഭക്തി, ഭഗവാനോടുള്ള ആ പ്രേമഭക്തി നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായി? കൃഷ്ണൻ അദ്ദേഹത്തിന്റെ സന്തോഷത്തിനായിട്ട് ബാഹ്യകാര്യങ്ങളൊന്നും അദ്ദേഹം കണ്ടെത്തുന്നില്ല. ഒരു ബാഹ്യകാര്യങ്ങളിലേക്കും അദ്ദേഹം പോകുന്നില്ല അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. കാരണം എന്താ? സമസ്തവും ഭഗവാനിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാം ഭഗവാനിൽ തന്നെ നിറഞ്ഞിരിക്കുമ്പം അദ്ദേഹം എന്തിനു പിന്നെ അതൊക്കെ പോയി വേറെ പോയി ഇങ്ങനെ അന്വേഷിക്കും? നമ്മുടെ വീടിന്റെ മുറ്റത്ത് കറിവേപ്പില ചെടി നന്നായിട്ട് തഴച്ചു വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കടയിൽ പോയിട്ട് കറിവേപ്പില മേടിച്ചിട്ട് ഇല്ല. കാരണം എന്താ? നമുക്കുണ്ട്. അപ്പൊ അതേപോലെ ഭഗവാനുള്ളിൽ സമസ്തവും ഇരിക്കുമ്പോ പിന്നെ ഭഗവാൻ എന്തിനു മറ്റു സ്ത്രീകളുടെ പിന്നാലെ പോകണം? ചിന്തിക്കേണ്ട പോയിന്റാണ്. ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് സാക്ഷാൽ കൃഷ്ണന്റെ വികാസമാണ് ആര്? രാധാറാണി. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജസ്വലനാണ്, രാധാറാണി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. മനസ്സിലാവുന്നത്? ഊർജസ്വലൻ, അതിലുള്ള ആ ഒരു ജ്വലനം, ആ ജ്വലനം എങ്ങനെയുണ്ടായി? ഊർജമുള്ളത് കൊണ്ട്. മനസ്സിലാവുന്നു? ഒരു ദീപം കത്തിക്കുമ്പം അവിടെ ഒരു ഊർജമുള്ളത് കൊണ്ടാണ് ആ ദീപം കത്തുന്നത്, അല്ലാതെ വെറുതെ ദീപം കത്തില്ല. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് എന്താണ്? ഊർജമാണ്. ആ ഊർജമാണ് ആര്? രാധാറാണി. ഭഗവാൻ കൃഷ്ണന്റെ ഊർജമാണ് രാധാറാണി. ഊർജമുണ്ടെങ്കിലേ
ദീപമുള്ളൂ. അപ്പോൾ ഈ ശക്തി ഉണ്ടെങ്കിലേ ശക്തനുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഊർജവും ഊർജസ്വലതയും പോലെ നമുക്കൊരിക്കലും അത് വേർപെടുത്താൻ കഴിയില്ല. ശ്രീമതി രാധാറാണിയെയും കൃഷ്ണനെയും ഒരിക്കലും നമുക്ക് വേർപെടുത്താൻ കഴിയില്ല. തീയും ചൂടും നമുക്ക് വേർപെടുത്താൻ പറ്റും. തീ കത്തിയാൽ ചൂടുണ്ടാവും, ചൂടുണ്ടെങ്കിൽ തീ കത്തും, ഉറപ്പാ. നമ്മൾ പറയാറില്ലേ, ഭയങ്കര വേനലായതുകൊണ്ട് കാട്ടുതീ വന്നു. തീ ഉണ്ടെങ്കിൽ ചൂടുണ്ടാവും, ചൂടുണ്ടെങ്കിൽ തീ ഉണ്ടാവും. ഇത് രണ്ടും നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. അപ്പൊ അതേപോലെ തീ ഉള്ളിടത്തെല്ലാം ചൂടുണ്ട്, ചൂടുള്ളിടത്തെല്ലാം തീ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ കൃഷ്ണനുള്ളിടത്തെല്ലാം രാധയുണ്ട്, രാധയുള്ളിടത്തെല്ലാം കൃഷ്ണനുണ്ട്. അതൊരിക്കലും മാറ്റാൻ കഴിയില്ല. ഭഗവാൻ അതുകൊണ്ട് തന്നെ അത് സ്വയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വരൂപ ദാമോദര ഗോസ്വാമി പറയുന്നു, രാധയുടെയും കൃഷ്ണന്റെയും സങ്കീർണമായ ഈ തത്വചിന്തയെ എങ്ങനെയാ വിവരിച്ചിരിക്കുന്നത് അദ്ദേഹം? രാധാകൃഷ്ണ പ്രണയ വികൃതിയും ഹളാദിനീ ശക്തിർ അസമത് ഏകാത്മനവ് അഭിഭുവി പുരദേഹഭേദം ഗതൗധൗ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാധയും കൃഷ്ണനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമാത്മാവാണ്, ഒന്നാണ്, ഒരു മാറ്റമില്ല അതിന്. ആ ഒന്നായിരിക്കുന്ന രാധയെയും കൃഷ്ണനെയും നമ്മൾ ഒരുപോലെ കാണാൻ പഠിക്കണം. എങ്കിലും അതിൽ വന്നിരിക്കുന്ന ആ പ്രണയത്തെയും നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ആസ്വാദനം ലോകത്തിന് കാണിക്കാനാണ് രണ്ടും രണ്ടാക്കി വെച്ചത്. നമ്മൾ ആ ഒരു പ്രേമ ഭക്തി ആസ്വദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയാണ് രാധയെയും കൃഷ്ണനെയും രണ്ടും രണ്ടാക്കി ഭഗവാൻ നമുക്ക് മുമ്പിൽ കാണിച്ചത്. യഥാർത്ഥത്തിൽ അവരൊന്നാണ്. അപ്പോ നമ്മുടെ ചൈതന്യ ഭഗവാൻ, അതായത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു, അതാരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെ. അദ്ദേഹം എന്ത് ചെയ്തു? ആ രണ്ടും കൂടെ ഒന്നാക്കി, ഹരേ കൃഷ്ണ എന്നാക്കി. എന്നിട്ട് പറയുന്നു, ചൈതന്യാക്യ പ്രകടം അധുനാ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ രാധയുടെ ആനന്ദത്തിൽ കൃഷ്ണൻ എന്നാണ്. രാധയുടെ സന്തോഷത്തിൽ ആരുണ്ട്? കൃഷ്ണനുണ്ട്. ചിലപ്പോ കൃഷ്ണൻ എന്ന് പറയുന്നത് രാധയുടെ ആഹ്ലാദത്തിലും രാധ കൃഷ്ണന്റെ ആഹ്ലാദത്തിലുമാണ്, സന്തോഷത്തിലുമാണ്. വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഒരേ സന്തോഷത്തിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. കാരണം എന്താ? രണ്ടും ഒന്നാണ്, വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് എല്ലാം രാധയാണ്, കൃഷ്ണൻ എങ്ങനെയാണ്? ഏകൻ, പരമോന്നതൻ. കാരണം ഭഗവാന്റെ ഉള്ളിലുള്ള ഊർജമാണത്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാം ഭഗവാൻ തന്നെ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് രാധാകൃഷ്ണ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തത്വശാസ്ത്രമാണ്, രാധാകൃഷ്ണ ദർശനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രാധാകൃഷ്ണ തത്വശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വേർപിരിക്കാൻ സാധിക്കാത്ത ഒരു പരമമായ സത്യമാണ്. അപ്പൊ നമ്മൾ രാധാകൃഷ്ണനെ ആരാധിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കുന്നത്? ലക്ഷ്മി നാരായണനെയാണ് ആരാധിക്കുന്നത്. മനസ്സിലായോ? രാധാകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ലക്ഷ്മി നാരായണനെയാണ് ആരാധിക്കുന്നത്. ലക്ഷ്മി നാരായണൻ ആരാണ്? ഭാര്യയും ഭർത്താവും. രാധയും കൃഷ്ണനും രാധ പ്രണയിച്ചിട്ട് കൃഷ്ണൻ ചതിച്ചിട്ട് പോയതാണ്. ഇപ്പോ മനസ്സിലായോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്? രാധാകൃഷ്ണനെ ആരാധിച്ചാൽ ലക്ഷ്മി നാരായണനെ തന്നെയാണ് ആരാധിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ചതിയും വഞ്ചനയും പ്രേമവും ചീറ്റിങ്ങും ഒന്നും നടന്നിട്ടില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വിധിമാർഗവും രാഗമാർഗവും നമ്മൾ കണ്ട്. വിധി എന്താണ്? രാഗം എന്താണ്? പ്രേമാനുരാഗം. വിധി ഭാര്യയും ഭർത്താവും, രണ്ടും ഒന്നാണ്. ഇതാണ് നമ്മൾ വിധിമാർഗം, രാഗമാർഗം എന്ന് പറയുന്നത്. കൃഷ്ണനും രാധയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗമാർഗവും, ലക്ഷ്മിയും നാരായണനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിമാർഗവുമായി. പക്ഷെ രണ്ടും ഒന്നാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ക്ലിയർ? രാധാകൃഷ്ണ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വേദിയാണ് രാധാകൃഷ്ണ ആരാധന. അവിടെ കളങ്കമില്ല, ചതിയില്ല, വഞ്ചനയില്ല. ലക്ഷ്മി നാരായണ ആരാധന എന്ന് പറഞ്ഞാൽ നിയന്ത്രണമായിരിക്കുന്ന ഒരു തത്വമാണ്. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രണയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവും. കാമുകന്റെ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും കാമുകിക്ക് കാണിക്കുന്നത്. അവൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്കൊന്നും ഉണ്ടാവില്ല. അവളാണെങ്കിലോ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ത്രീ എന്ന ഭാവത്തിലാണ് അവൾ പെരുമാറുന്നത്. പക്ഷെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാലോ രണ്ടും രണ്ട് ദിക്കിലായി, അടി പിടി ബഹളം. കാരണം അവരുടെ റിയാലിറ്റി പുറത്തു വരാണ്, റിയൽ ക്യാരക്ടർ. ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്ന് പറയും, മറ്റാൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാധാകൃഷ്ണ ആരാധന എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ശുദ്ധമായിരിക്കുന്ന ഒരു വേദിയാണ്. എന്നാൽ ലക്ഷ്മി നാരായണ ആരാധന എന്ന് പറയുന്ന നിയന്ത്രണ തത്വങ്ങളാണ്. രണ്ടും രണ്ടാണ് ആരാധനയിൽ, കേട്ടോ. പക്ഷേ രണ്ടും ഒന്നാണ്, യാതൊരു മാറ്റവും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? തത്വമായിരിക്കുന്ന നിയന്ത്രണമായ രീതിയിലൂടെയാണ് നമ്മൾ പോയത്.
പക്ഷെ ശുദ്ധമായ സ്നേഹം നമ്മൾ വളർത്തിയെടുത്തോ? ഇല്ല. രാധാകൃഷ്ണ പ്രണയം നമ്മൾ വളർത്തിയെടുത്തില്ല. ആ പ്രണയം നമ്മൾ വളർത്തിയെടുക്കണം. നിയന്ത്രണ തത്വങ്ങളെ ആരാധിക്കണം. ഒരാൾ ബ്രഹ്മചാരിയായിരിക്കണം, സന്യാസിയായിരിക്കണം, അതുപോലെ പൂജ നടത്തണം, രാവിലെ എഴുന്നേൽക്കണം, അർപ്പിക്കണം. നിരവധി നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. കുറഞ്ഞത് 64 നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിയന്ത്രിതമായ രീതിയിൽ പോയി നമ്മൾ ലക്ഷ്മി നാരായണ ആരാധന ചെയ്യണം. ഈ ലക്ഷ്മി നാരായണൻ തന്നെ രാധാകൃഷ്ണ ആരാധനയിലേക്ക് മാറ്റിയാൽ ഇതൊന്നുമില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആനന്ദ നിർവൃതിയിലൂടെയുള്ള ഒരു ആരാധനയായി മാറി, പ്രേമ ഭക്തിയിലേക്കുള്ള ഒരു ആരാധനയായി മാറി. അപ്പോ ദൈവത്തോടോ കൃഷ്ണനോടോ സ്നേഹമില്ലാതിരിക്കുമ്പോൾ, ഈശ്വരനോ അതായത് ഭഗവാൻ കൃഷ്ണനോടൊരു സ്നേഹമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഭഗവാനോട് സ്നേഹം ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ വിളക്ക് വെക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കാരണം എന്താ? നമ്മുടെ കാര്യങ്ങളാണ്. നമ്മൾ പേടിയാണ്. അയ്യോ ഭഗവാൻ കോപിച്ചാൽ അങ്ങനെയായി ഇങ്ങനെയായി, ആ ഒരു ചിന്ത നമുക്കുള്ളിൽ വരും. അപ്പൊ നിയന്ത്രിതമായിരിക്കുന്ന അവസ്ഥയിലൂടെ നമ്മൾ ഭഗവാനോടുമായിട്ട് അടുത്തുകൊണ്ടിരിക്കും. മനസ്സിലാവും? നിയന്ത്രിതമായ അവസ്ഥയിലൂടെ പ്രേമമില്ലാതെ നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കും. എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എന്താ? അത് രാധാകൃഷ്ണ പ്രേമമായി. ആ രാധാകൃഷ്ണ പ്രേമം എന്ന് പറഞ്ഞാൽ എങ്ങനെയായി? ഭഗവാനെ ഠാക്കൂർജി, ജയ് ശ്രീ രാധേ രാധേ, അതാണ് വൃന്ദാവനത്തിൽ നടക്കുന്നത്. അവരിൽ ഒരാളായി ഭഗവാനെയും രാധാറാണിയെയും കാണുന്നു. ലാഡ്ലി എന്നാണ് വിളിക്കുക രാധാറാണിയെ വൃന്ദാവനത്തിൽ. ഭഗവാനെ വിളിക്കലേ ഠാക്കൂർജി ഠാക്കൂർജി എന്നാ വിളിക്കുക. അവിടെ അവർക്ക് നിയന്ത്രണം ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ രാധാറാണി അവരിൽ ഒരാളാണ്. ഠാക്കൂർജി അവരിൽ ഒരാളാണ്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല? അവിടെയാണ് നമ്മുടെ പ്രേമഭക്തി വളർത്തിയെടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? തുടക്കം തന്നെ നമുക്കത് കഴിയില്ല, പെട്ടെന്നൊന്നും സാധിക്കില്ല. നമുക്ക് പയ്യെ 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 മാത്രമേ ആ പ്രേമഭക്തി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ ഈ രാധാകൃഷ്ണ ആരാധനയിൽ ഈ തത്വങ്ങളിൽ വിധിമാർഗ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഭഗവാനെ നമ്മൾ ആ രീതിയിൽ ആരാധിച്ചു വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വിധിമാർഗ് എന്നാണ് പറയുന്നത്. ഠാക്കൂർജിയായും ലാഡ്ലിയായും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വിധിമാർഗായി മാറി. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പ്രണയത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, രാധാകൃഷ്ണ പ്രേമ പ്രണയത്തിൽ ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? രാഗമാർഗം എന്ന് വിളിക്കുക. ഭയഭക്തിയോടുകൂടി അടുത്തു കഴിഞ്ഞാൽ എന്തോ നേടാൻ അല്ലെങ്കിൽ എന്തിനെയോ ഭയപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് വിധിമാർഗമായി. മറ്റേതെന്തായി? രാഗമാർഗമായി. രാഗമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഠാക്കൂർജിക്ക് കൊടുക്കൂ, ലാഡ്ലിക്ക് കൊടുക്കൂ. നമ്മുടെ വീട്ടിലെ കുട്ടികളെ പോലെയാണ് അവര്. ഠാക്കൂർജിക്ക് കൊടുക്കാതെ ആരും വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല. നല്ലൊരു ദിവസം വന്നാൽ എല്ലാവരും വീട്ടിൽ ഡ്രസ്സ് എടുക്കുമ്പോൾ ഠാക്കൂർജിക്ക് ഡ്രസ്സ് എടുക്കണം അല്ലെ? ഒരു പശു വീട്ടിൽ വന്ന് പ്രസവിച്ച ആദ്യത്തെ പല അത് ഠാക്കൂർജിക്ക്. ഇതാണ് രാഗമാർഗം. നമ്മളിൽ ഒരാളായി രാധാകൃഷ്ണ പ്രേമത്തെ നമ്മൾ കൊണ്ടുവരണം. രാധാകൃഷ്ണന്മാരെ നമ്മളിൽ ഒരാളായി നമ്മൾ കൊണ്ടുവരണം. ഇതിനെയാണ് രാഗമാർഗം എന്ന് പറയുന്നത്. വിധിമാർഗം ഇല്ലാതെ ആരെങ്കിലും രാഗമാർഗം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. കാരണം ഭഗവാനെ ഭയപ്പെട്ട് നമ്മുടെ നിയമങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് നമ്മൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഭഗവാനോടുള്ള ആ ഭയത്തിലൂടെ നമ്മൾ ജീവിച്ചിട്ട് പിന്നെ അത് പ്രണയമായി വളരും. മനസ്സിലാവും? പിന്നീട് അത് പ്രണയമായി വളരും. അതായത് വിധിമാർഗത്തിലൂടെ രാഗാനുമാർഗത്തിലേക്ക് നമ്മൾ കടക്കണം. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട്, അതാണ് ഇന്ന് ലോകത്തിൽ പറ്റിയിരിക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുവരെയും കൃഷ്ണൻ എന്താണെന്ന് അറിയാത്ത ഹിന്ദുക്കളുടെ ഒരു ദൈവമാണ്, അതെന്ത് സാധനം എന്നറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കൃഷ്ണപ്രേമം വന്നു. അതാ എനിക്കറിയാം. വിധിമാർഗം അവർ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അത് പറയില്ല. പെട്ടെന്ന് ഒരു ദിവസം കൃഷ്ണപ്രേമം വരില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? ഓർമ്മ വെച്ച നാളെ മുതലേ ഗുരുവായൂരപ്പൻ എന്നുള്ള നാമം കേട്ട് നമ്മുടെ അച്ഛനമ്മമാർ പറയോ തെറ്റ് ചെയ്യരുത്, ഭഗവാൻ വെറുതെ വിടൂല. അപ്പൊ നമ്മൾ ഭഗവാനെ ഭയപ്പെടുകയാണ്. ഭയപ്പെട്ട് നമ്മൾ വിധിമാർഗത്തിലൂടെ കടന്നു പോവാണ് അല്ലെ? നാമം ചൊല്ലൂ, ഭഗവാൻ കോപിക്കും, ഏകാദശി അതെടുക്കൂ, ഭഗവാൻ കോപിക്കും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് നമ്മൾ ഭഗവാനെ അങ്ങ് പേടിച്ച് നമ്മൾ വിധിമാർഗത്തിലൂടെ കടന്ന് പിന്നീട് നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കും. രാഗമാർഗത്തിലേക്ക് നമ്മൾ കടക്കും. അല്ലെ? ആ രാഗമാർഗമാണ് രാധാകൃഷ്ണ പ്രേമം. അവിടെ പിന്നെ ഭയമില്ല. പിന്നെ എന്തായി? നമ്മുടെ നന്ദന സിനിമയിലെ ബാലാമണിയെ പോലെ കണ്ണാ എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ, നമ്മളിൽ ഒരാളായി കൃഷ്ണനെ കാണാൻ തുടങ്ങി.
അല്ലാതെ ഒറ്റയടിക്ക് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊണ്ടുപോയി വെച്ചിട്ട് ഉണ്ണിക്കണ്ണാ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ, ഞാൻ ഉണ്ണിക്കണ്ണനെ എടുത്ത് ഫോട്ടോ, ഞാൻ പറയാം, എനിക്ക് ഇങ്ങനത്തെ പ്രഹസനങ്ങളോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഉണ്ണിക്കണ്ണൻ എടുത്ത് കയ്യിൽ വെക്കുന്നു. ആ രാഗാനുമാർഗം നമുക്ക് പെട്ടെന്ന് വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അത് പെട്ടെന്ന് വരൂല. അത് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കണം. നമ്മളെ ആൾക്കാർ പെട്ടെന്നൊന്നും രാഗാനുമാർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അത് വിധിമാർഗത്തിലൂടെ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നൊരു ദിവസം നമുക്ക് എങ്ങനെ കടക്കാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. പ്രൈമറി സ്കൂളുകൾ, ചെറിയ ക്ലാസ്സിലെ സ്കൂളുകൾ, കോളേജുകൾ, ഇതൊന്നും കടന്നു പോകാത്ത ഒരാൾക്കൊരു MA അല്ലെങ്കിൽ ഒരു MB ഒന്നും എഴുതാൻ സാധിക്കില്ല. ഒരു ദിവസം രാവിലെ ഒരു കൃഷ്ണനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ഉണ്ണിക്കണ്ണാന്ന് പറഞ്ഞ് കൊഞ്ചിക്കുകയാണെങ്കിൽ പുച്ഛമാണ് തോന്നുന്നത് നമുക്ക്. എങ്ങനെ അവർക്ക് ആ മനസ്സ് വന്നു? വിധിമാർഗം ഉണ്ടായിരുന്നോ? ഭഗവാനെ അവർ ഓതന്റിക് ആയിട്ട് ആരാധിച്ചിരുന്നോ? അവർക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെ അവർക്ക് അങ്ങനെ വന്നു? ഹൃദയത്തിൽ നിന്ന് പൊട്ടി മുളച്ചു വരാൻ നമ്മളാരും ഗോസ്വാമിമാരൊന്നല്ല, ആണോ? നമ്മളാരും വലിയ എന്താ പറയാ സത്യയുഗത്തിലൊന്നും ജനിച്ച് വളർന്ന് അത്രയും കാലം മരിക്കാതെ ജീവിച്ചവരൊന്നല്ല. ആദ്യം ഭഗവാനോട് വേണ്ടതൊരു ഭയമാണ്, ഭക്തിയാണ്, പിന്നെയാണ് പ്രേമം വരേണ്ടത്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രാധാകൃഷ്ണന്റെയും ചർച്ചകളിൽ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് കൃഷ്ണന്റെയും രാധയുടെയും കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അതൊരു വലിയ സംഭവ ബഹുലമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ നമ്മൾ മെല്ലെ 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 നാമങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ജപിച്ച് വായിച്ച് നേദ്യങ്ങൾ വെച്ച് അനുഷ്ഠാനങ്ങൾ വെച്ച് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ? നമ്മൾ പോലും അറിയാതെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ക്രമേണ നമ്മൾ ആ വേദിയിലേക്ക് എത്തുന്ന സമയത്ത് രാധാകൃഷ്ണൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്കോൺ, അല്ലെ? ഇസ്കോൺ രാധാകൃഷ്ണ ആരാധന ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ ചെയ്യുന്നത് ഇസ്കോൺ രാധാകൃഷ്ണ ആരാധന? നിങ്ങൾ ആദ്യം വെജിറ്റേറിയൻ ആവൂ, 16 മാല ജപിക്കൂ, ഉള്ളി വെളുത്തുള്ളി സവാള ചായ കാപ്പി സ്റ്റോപ്പ് ചെയ്യൂ. റൂൾസ് തരുന്നുണ്ട് നമുക്ക്. ആലോചിക്കണം, റൂൾസ് തരുന്നുണ്ട് നമുക്ക്. എന്നിട്ടോ ഇതെല്ലാം ഫോളോ ചെയ്ത് വായിക്കൂ, ജപിക്കൂ, പ്രാർത്ഥിക്കൂ, വ്രതങ്ങൾ അനുഷ്ഠിക്കൂ, എന്നിട്ട് നിങ്ങൾ രാധാകൃഷ്ണനെ നോക്കൂ. നല്ല വഴിയല്ലേ അത്? ഇസ്കോൺ റൂൾ നോക്കി നോക്ക്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്തു? അത് വേറൊരു ലോകമാണ്, അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, എന്താപ്പ അത് ചെയ്താ ഇത് ചെയ്താന്ന് ചോദ്യം വരികയാണ്. പക്ഷെ രാധാകൃഷ്ണനിലേക്ക് എന്താണ് നമ്മളെ അടുപ്പിക്കുകയാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘടന നമ്മൾ എന്ത് ചെയ്യാണ്? ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ്. എങ്ങോട്ട്? രാധാകൃഷ്ണനിലേക്ക്. അതാണ് ഏറ്റവും ടോപ്പിക്കായിട്ടുള്ള ഏറ്റവും വലിയ ഉയർന്ന തലത്തിലുള്ള പ്രേമം എന്ന് പറയുന്നത്. രാധാകൃഷ്ണ പ്രേമത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് കുറേ വഴികൾ നമുക്ക് പറഞ്ഞു തരാണ്, നിബന്ധനകൾ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വ്രതഭംഗം വരും, അത് പാടില്ല, ഇങ്ങനെ ചെയ്യണം, അതിന് ഇങ്ങനെ ചെയ്താൽ പുനർജന്മം കിട്ടും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഇസ്കോൺ. അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളെ എവിടെ എത്തിക്കുന്നു? രാധാകൃഷ്ണ ആരാധനയിലേക്ക് എത്തിക്കുന്നു. രാധാകൃഷ്ണനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അതും മനസ്സിലാക്കണം. അതൊരു വലിയ വിഷയമാണത്. രാധാകൃഷ്ണനെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അനേകം പ്രാകൃത സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അല്ലാണ്ടൊന്നും ഭഗവാനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളെ കൊണ്ട്. നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല രാധയെയും കൃഷ്ണനെയും. എന്നാൽ ലക്ഷ്മിയെയും നാരായണനെയും ഉൾക്കൊള്ളാൻ സാധിക്കും. രാധയെയും കൃഷ്ണനെയും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് രണ്ടുപേരെയും ഒന്നാക്കി കാണാന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അവരുടെ ഇതൊരു പ്രണയമായിരുന്നു, ഒരു ജീവിതമല്ലായിരുന്നു. പക്ഷെ അതാണ് ജീവിതം. കാരണം എന്താ? ഊർജവും ഊർജത്തിന്റെ ശക്തിയും. മനസ്സിലാവുന്നുണ്ട്? അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടമായിട്ടും പെയിന്റിംഗ് ആയിട്ടും രാധാകൃഷ്ണനെ ചുംബിക്കുന്നു, കൃഷ്ണൻ രാധയെ ചുംബിക്കുന്നു, ഇതെല്ലാം തീർത്തും അസംബന്ധമായിരിക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ ഭൗതികതയുമായി കണക്ട് ചെയ്ത് കൊണ്ടുവരാണ്. അവരുടെ ആ ഒരു വിശുദ്ധമായിരിക്കുന്ന പ്രണയത്തെ വെറും ശാരീരിക ബന്ധമായിരിക്കുന്ന ഒരു പ്രണയത്തിലേക്കാണ് നമ്മൾ വരച്ചു കാണിക്കുന്നത്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കും? കൃഷ്ണ തത്വം എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. കൃഷ്ണ തത്വം എന്ന് പറയുന്ന ഒരു ഉയർന്ന ചിന്തയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അതൊരു വ്യവസ്ഥിതമായ ഒരു ആത്മാവിലൂടെ അല്ല അത് നടക്കുന്നത്. ഒരു ജീവാത്മാവിലൂടെയോ അല്ലെങ്കിൽ ഒരു പരമാത്മാവ് അങ്ങനെയൊന്നും അല്ല. അത് വേറെ ഒരു ലെവലാണത്. നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ് കൃഷ്ണനും രാധയുമായിട്ടുള്ള ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്.
ആ ബന്ധത്തിലേക്ക് നമ്മൾ മനസ്സോടുകൂടി ഇറങ്ങി അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അത് നമുക്ക് എളുപ്പം നടക്കുന്ന കാര്യമല്ല. നമ്മൾ വെറുതെ വരച്ചു കാണിക്കുന്ന പരസ്പരം രണ്ട് വ്യക്തികൾ ചുംബിക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്ത്, അതൊന്നുമല്ല രാധാകൃഷ്ണ പ്രേമം. അതിൻ്റെ മുകളിലാണ് രാധാകൃഷ്ണ പ്രണയം. അത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാൻ ദേവിയെ ചതിച്ചിട്ട് പോയി, ദേവി വിരഹ ദുഃഖത്തിൽ. ഇതൊന്നുമല്ല, അവരൊന്നാണ്. അവർ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്ന് നമ്മൾ എപ്പോ മോചിപ്പിക്കപ്പെടുന്നോ അപ്പോഴാണ് നമുക്ക് രാധാകൃഷ്ണ പ്രേമം ഉടലെടുക്കുന്നത്. രാധാകൃഷ്ണ പ്രണയ വികൃതി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരും തമ്മിലുള്ള കളിയും ചിരിയും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കാരണം എന്താ? രാധയും കൃഷ്ണനും ഭൗതിക ലോകത്തല്ല, അവർ ആധ്യാത്മിക ലോകത്താണ്. ഭൗതിക ലോകത്താണ് മറ്റ് സുഖങ്ങൾക്കെല്ലാം പ്രാധാന്യമുള്ളത്. അവർ ഭൗതിക ലോകത്തല്ല, അവർ ആധ്യാത്മിക ലോകത്താണ്. അവിടെ നമ്മളെ ഈ ഭൗതിക ലോകത്തുള്ള പോലെയുള്ള ജീവിതങ്ങളല്ല. അവിടെ ഈ പറയുന്ന കാമവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ലെവലിലുള്ള ജീവിതമാണത്. ആ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ രാധാകൃഷ്ണ പ്രേമം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ജീവഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രേമബന്ധമാണ് ജീവഗോസ്വാമി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലുള്ള വെറും ഒരു സ്ത്രീ അല്ല, അത് സാക്ഷാൽ ഭഗവാനാണത്. ഓക്കെ, ആ പ്രണയത്തെ വരച്ചു കാണിക്കണം. ഭഗവാനോട് നമുക്ക് തോന്നേണ്ട പ്രണയത്തെ വരച്ചു കാണിക്കാനാണ് ശ്രീമതി രാധാറാണിയും കൃഷ്ണനും ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ശ്രീമതി രാധാറാണിയിലൂടെയും കൃഷ്ണനിലൂടെയും നമുക്ക് വേണ്ടത് ആ പ്രണയമാണ്. രാധാറാണിക്ക് കൃഷ്ണനോട് തോന്നിയ ആ പ്രണയമാണ് നമുക്കും കൃഷ്ണനോട് തോന്നേണ്ടത്. അതാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. വെറും പ്രേമമല്ല, പ്രേമഭക്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ മനോഹരമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവഗോസ്വാമിയുടെ ഒക്കെ ഒരുപാട് ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങളിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ പ്രണയബന്ധത്തെ എത്രമാത്രം വരച്ചു കാണിക്കാൻ ഈ ഗോസ്വാമിമാർക്കൊക്കെ സാധിച്ചു എന്നുള്ളത്. അവരൊക്കെ ഭഗവാനുമായിട്ട് അത്ര അടുത്ത ആൾക്കാരാണ്. അവർ പറയുന്നു ഇത് ശാരീരികമായിരിക്കുന്ന ഒരു പ്രേമബന്ധമല്ല, ഇത് ആത്മീയമായിരിക്കുന്ന ഒരു നിർവൃതിയാണ്. ആ പ്രണയം നിങ്ങളിൽ നിറയട്ടെ എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു പ്രണയബന്ധത്തെ കാണുന്ന വളരെ ചീപ്പായ രീതിയിൽ നമ്മൾ ഒരിക്കലും രാധാകൃഷ്ണ പ്രേമത്തെ കാണരുത്. ഓക്കെ, അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാധയെയും കൃഷ്ണനെയും മനസ്സിലാക്കാനുള്ള യഥാർത്ഥ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനോട് ഏറ്റവും മനസ്സുകൊണ്ടെടുത്ത ഭക്തൻ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ അവരെ പ്രണയബന്ധത്തെ മനസ്സിലാക്കാൻ പറ്റൂ. ചീപ്പായ ഒരു ബന്ധമായി നമ്മൾ അതിനെ കാണരുത്, വില കുറഞ്ഞ ഒരു ബന്ധമായി കാണരുത്. ആ പ്രണയമാണ് നമുക്ക് കൃഷ്ണനോട് തോന്നേണ്ടത്. അതിനു വേണ്ടിയാണ് കൃഷ്ണ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ മഹത്വങ്ങളും ശ്രീമതി രാധാറാണിക്ക് ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് ജീവഗോസ്വാമി. രാധേ ജയ മാധവ ദൈത എന്ന് പറഞ്ഞാൽ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവളാണ് ശ്രീമതി രാധാറാണി, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ആ രാധാറാണി നമുക്കും കൂടി പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃഷ്ണൻ നമ്മുടെ കൂടെ ഇങ്ങ് വരും. കൃഷ്ണൻ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലുതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല, അല്ലെ? അപ്പോ കൃഷ്ണ എല്ലാവരും കൃഷ്ണനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കൃഷ്ണൻ വേറെ ആരെയോ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എത്ര വലുതായിരിക്കും രാധാറാണി? നമ്മളെല്ലാവരും കൃഷ്ണനെ സ്നേഹിക്കാൻ ഓടുകയാണ്, പക്ഷെ കൃഷ്ണൻ വേറെ ആരെയോ സ്നേഹിക്കാനാ പോകുന്നു. അപ്പൊ ആ വേറെ ആരോ എന്ന് പറയുന്ന ശ്രീമതി രാധാറാണി എത്ര വലുതാണ്? ഇത്രയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. കൃഷ്ണന്റെ ഉള്ളിലുള്ള ഊർജത്തെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നത്, കുറെ ക്രീമും കുറെ മേക്കപ്പും കുറെ സാധനങ്ങളും ബ്യൂട്ടി പാർലറും എല്ലാം വാങ്ങി നമ്മൾ അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരീരവും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, നമ്മൾ തന്നെയാണത്, അല്ലെ? നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ശരീരം. അതേപോലെ കൃഷ്ണന്റെ ഉള്ളിലുള്ള ഊർജത്തെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ ആ ഊർജത്തെയാണ് നമ്മൾ രാധാറാണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ രാധാറാണിയെ ആര് സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയെ കൃഷ്ണൻ സ്നേഹിക്കാതിരിക്കുവോ? സ്നേഹിക്കും. എല്ലാവരും, ലോകം മുഴുവൻ, പ്രപഞ്ചം, ഈ ജീവജാലങ്ങൾ എല്ലാവരും കൃഷ്ണനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ കൃഷ്ണ പ്രേമം എന്താണെന്ന് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാ പറയുന്നത് വെച്ചാൽ പ്രേമ പുമർദോ മഹാൻ എന്നാണ് പറയുന്നത്. കൃഷ്ണ പ്രേമത്തെ ഇങ്ങനെ വിവരിച്ചു കാണിക്കുകയാണ് രൂപഗോസ്വാമി. ലോകം മുഴുവനുള്ള സമസ്ത ബ്രഹ്മാണ്ഡങ്ങളിലുമുള്ളവർ കൃഷ്ണനെ തേടുന്നു, കൃഷ്ണൻ വേറെ ആരെയോ തേടുന്നു. ആ വേറെ ആര് എന്നുള്ളതാണ് ശ്രീമതി രാധാറാണി, ഭഗവാന്റെ അന്തർശക്തി. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃഷ്ണ പ്രേമം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഒരിക്കലും പാതിയിൽ നിർത്തി പോണ്ടതല്ല, ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല.
സംശയം ഉളവാക്കേണ്ട ബന്ധമല്ല. മനസ്സിലായില്ലേ? എന്നാൽ കൃഷ്ണൻ രാധാറാണിക്ക് പിന്നാലെയാണ്. രാധാറാണി അപ്പൊ എത്ര വലിയ മഹത്തരമായ ഒരു വ്യക്തിത്വമാണ്. ചിന്തിക്കൂ. രാധാറാണിയുടെ മഹത്വം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് എന്താ ഉണ്ടാവുക? സമാധാനവും കൃഷ്ണപ്രേമവും മാത്രമേ ഉണ്ടാവൂ. ഞങ്ങൾ ഞങ്ങളുടെ ബഹുമാനം ആർക്കർപ്പിക്കണം? ശ്രീമതി രാധാറാണിക്ക് അർപ്പിക്കണം. രാധേ ജയ ജയ മാധവ ദൈത ഗോകുല തരുണി മണ്ഡലമാഹിത തരുണി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ശ്രീമതി രാധാറാണി ജയിക്കട്ടെ. തരുണീമണിയായിരിക്കുന്ന ശ്രീമതി രാധാറാണി ജയിക്കട്ടെ. അപ്പൊ ആരാണ് ജയിക്കുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെ. അപ്പോ എന്താ പറയേണ്ടത്? എല്ലാ പെൺകുട്ടികളെക്കാൾ സുന്ദരിയാണ് ശ്രീമതി രാധാറാണി. നല്ല ആകർഷണമുണ്ട് രാധാറാണിക്ക്. നല്ല സുന്ദരിയാണ്. ഗോകുല തരുണി മണ്ഡല മാഹിത ദാമോദര രതി വർഷന വേഷേ എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല തരുണീമണിയാണ് രാധാറാണി. നല്ല ആകർഷണമുള്ളവളാണ്, നല്ല സ്നേഹമുള്ളവളാണ്, ദയുള്ളവളാണ്, നന്നായി വസ്ത്രം ധരിക്കുന്നവളാണ്. അപ്പൊ ആ ഒരു ശക്തിയിൽ ഭഗവാൻ ദാമോദരൻ ആകർഷിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? ഹരിനിഷ്കുത വൃന്ദ വിഭൈനീസ്. കൃഷ്ണന്റെ ഒരേ ഒരു ശക്തിയാണത് ശ്രീമതി രാധാറാണി. ആ രാധാറാണി വൃന്ദാവനത്തിലെ രാജ്ഞിയാണ്. ഈ രാജ്ഞി നമ്മൾ വൃന്ദാവനത്തിൽ പോയാൽ കാണാം, അവിടെ രാധാറാണി ഉണ്ട്. അപ്പൊ എല്ലാവരും എന്താണ്? രാധാറാണിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ രാജ്ഞി എപ്പോഴും എന്താ സംസാരിക്കുന്നത്? ജയരാധേ രാധാറാണി എന്നാണ് സംസാരിക്കുന്നത്. വൃന്ദാവനത്തിലെ എല്ലാ ഭക്തന്മാരെ നോക്കുകയാണെങ്കിലും അവരെല്ലാവരും ആരാധിക്കുന്നത് രാധാറാണിയാണ്. ഹരിനിസ്കുത വൃന്ദാ വിപിനീസ്, അതായത് വൃഷഭാനു ദതി നവശശിലേഖേ, വൃഷഭാനു രാജാവിന്റെ മകളായും അവരുടെ സഹകാരിയായ ലളിതാ സഖിയായും വിശാഖ സഖിയായും ഒക്കെ ഭക്തജനങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ജനങ്ങൾ അവതരിക്കുകയാണ്. അപ്പൊ ആ രാധാറാണിയെ നമ്മള് മറ്റൊരു രീതിയിൽ കാണാൻ പാടില്ല. അങ്ങനെ ശുദ്ധ ഭക്തർക്ക് വേണ്ടി രൂപഗോസ്വാമി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാധാറാണി അവരൊക്കെ ഉൾക്കൊള്ളട്ടെ, എല്ലാവരും ഉൾക്കൊള്ളട്ടെ, എല്ലാവരും ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ രാധാറാണിയെ ഉൾക്കൊള്ളാം. മനസ്സിലായില്ലേ? ഒരിക്കലും രാധാറാണിയെ വിട്ട് നമ്മളൊരു കളി കളിക്കരുത്. കരുണാം ഗുരുമയി കരുണാഭാരിതേ, ആരാധ്യയായിരിക്കുന്ന ശ്രീമതി രാധാറാണി അവിടുന്ന് കരുണ നിറഞ്ഞവളാണ്, കാരുണ്യമുള്ളവളാണ്. അതുകൊണ്ട് അങ്ങയുടെ കരുണ ഞങ്ങൾ യാചിക്കുകയാണ് അല്ലെ? ശ്രീമതി രാധാറാണിയുടെ കരുണ നമ്മൾ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? വളരെ കരുണയുള്ള ഒരാളാണ് ശ്രീമതി രാധാറാണി. ആ ഒരു കരുണ വളരെ എളുപ്പത്തിൽ ആ നാമം ജപിക്കുന്നവരുടെ ഉള്ളിലേക്ക് വരും. എത്ര പെട്ടെന്ന് കരുണ ലഭിക്കുമോ അത്രയും പെട്ടെന്ന് ശ്രീമതി രാധാറാണിയുടെ കാരുണ്യം നമുക്ക് വരും. ആ കരുണ നമുക്ക് നൽകണേന്ന് നമ്മളിങ്ങനെ യാചിക്കുകയാണ്. കരുണം കുരുമയി കരുണ ഭാരിതേ സനക സനാതന വർണ്ണിതക്കാരിതേ. അതായത് അയ്യോ, ആരെങ്കിലും നിങ്ങൾ മഹാനാണെന്നൊന്ന് പറഞ്ഞാൽ, പണ്ഡിതനാണെന്ന് പറഞ്ഞാൽ, വലിയ സന്യാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് പൊങ്ങിപ്പോയി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അഹങ്കാരം എല്ലാം മാറാൻ, നമ്മുടെ ആ ധിക്കാര മനോഭാവമൊക്കെ മാറാൻ സാക്ഷാൽ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ രൂപഗോസ്വാമി പറയാണ്, ഇതൊരു സാധാരണ പെൺകുട്ടിയല്ല, സാധാരണ പെൺകുട്ടിയാണ്. സനക സനാതന വർണ്ണിത ക്യാരറ്റ് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഒരു സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ല ശ്രീമതി രാധാറാണി, സാധാരണയല്ല. അതുകൊണ്ട് ശ്രീമതി രാധാറാണി ഒരു സാധാരണ മനുഷ്യ പെൺകുട്ടിയായിട്ടോ കൃഷ്ണനെ ഒരു സാധാരണ ഒരു പുരുഷനായിട്ടോ നമ്മൾ കാണരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും കാണരുത്. പരമമായിരിക്കുന്ന സത്യമാണ് രാധാകൃഷ്ണൻ. കേവല സത്യത്തിൽ ആനന്ദശക്തിയുണ്ട്. കേവല സത്യം എന്ന് പറയുന്ന സാക്ഷാൽ കൃഷ്ണനിൽ ആനന്ദശക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് രാധയുടെയും കൃഷ്ണന്റെയും ആ ഒരു ഇടപാടുകളിൽ നമുക്ക് മനസ്സിലാവും. ഈ സത്യമൊന്നും മനസ്സിലാക്കാതെ രാധാറാണിയുടെ വികാസമായിരിക്കുന്ന ഗോപികമാരെല്ലാം തന്നെ കൃഷ്ണന്റെ കാമുകിമാരാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും പറഞ്ഞുകൊണ്ട് കൃഷ്ണനാണ് ഏക പുരുഷൻ, പുരുഷന് ചുറ്റും കുറെ സ്ത്രീകളുണ്ട്, അത് ഭൗതികമായിരിക്കുന്ന എന്താ പറയാ കാമത്തിൽ കൊണ്ടുപോയി നമ്മളെല്ലാവരും അതിനെ ഇട്ട് ആ ബന്ധമേ നമ്മൾ വഷളാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജയ് ശ്രീകൃഷ്ണ എന്നുള്ളതില് ജയ് ശ്രീ രാധേ രാധേ എന്ന നാമം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരെയും ഒരുപോലെ കണ്ട് പ്രാർത്ഥിച്ച് ജനാർദ്ദനനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മാക്സിമം സന്തോഷത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ര ശബ്ദോച്ചാരണാത് ഏവ സ്ഥിതോ ഭവതി മാധവ.
ദശബ്ദോചാരത പശ്ചാത് ദവദേവ്യ സ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ കേവലം പ്രകമ്പനം രാ എന്ന ശബ്ദം കൃഷ്ണന്റെ ഉത്തമമായിരിക്കുന്ന ആഹ്ലാദത്തെ അങ്ങ് വർണ്ണിച്ചു കാണിക്കാണ് രാ എന്ന ശബ്ദം. കേവലം ദ എന്ന ശബ്ദം കൂടി കേട്ടുകഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്ത് ബഹുമാനത്തോടു കൂടി ആ ഒരു പേരിനെ അങ്ങോട്ട് ഫോളോ ചെയ്യാം. രാ എന്ന് പറയുന്ന നാമത്തിൽ ശക്തി അങ്ങ് വരുമ്പോഴേക്കും ധ എന്ന നാമം കൂടി ചേർന്നാൽ രാധ എന്നായി. അത് രണ്ടും വരുമ്പോഴത്തെ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു ഭഗവാൻ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അങ്ങ് ഫോളോ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? രാ ശബ്ദം കുർവസത് ത്രസ്മോ ദദാതി ഭക്തി ഉത്തമം. ദ എന്ന് പറയുന്ന ശബ്ദം എന്താണ്? കുർവത പശ്ചാമി യാമി ശ്രവണലോഭത. രാ എന്ന് പറയുന്ന ശബ്ദം ഭഗവാന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുമ്പോൾ ധ എന്ന് പറയുന്ന അക്ഷരത്തിൽ സാക്ഷാൽ ഭഗവാൻ അങ്ങ് ലയിച്ചു ചേരുകയാണ്. അപ്പോ ആരുടെ ചുണ്ടിൽ നിന്നാണോ രാ എന്ന ശബ്ദം കേൾക്കുന്ന നിമിഷം ഭഗവാൻ അവർക്ക് പ്രേമം നൽകുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ അവർക്ക് പ്രേമം നൽകുന്നു, പ്രേമഭക്തി നൽകുന്നു. എന്നാൽ ധ എന്ന ശബ്ദവും കൂടി കേൾക്കുമ്പോഴത്തേ ഭഗവാൻ പൂർണ്ണമായും ഭഗവാനെ അതിലങ്ങോട്ട് സമർപ്പണം ചെയ്യിക്കുകയാണ്. അങ്ങനെ രാധാനാമത്തിൽ എല്ലാവരും അങ്ങ് പോയി വീഴുകയാണ്. ഒരു രക്ഷയില്ലാത്ത വീഴ്ച വീഴാണ്. നമുക്കതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. ആ രാധാകൃഷ്ണ പ്രേമമാണ് നമുക്ക് വേണ്ടത്. ആ അനുഗ്രഹമാണ് വേണ്ടത്. ആ പ്രിയതമയുടെ നാമം കേൾക്കാനുള്ള ഭഗവാന്റെ അതിയായ നിമിത്തം, അതിയായ ആഗ്രഹം കാരണം രാധാനാമം ജപിക്കുന്നവരുടെ പിന്നാലെ ഭഗവാൻ ഓടുന്ന പറയണം. രാധയുടെ നാമം ആരാണോ ജപിക്കുന്നത് അവരുടെ പിന്നാലെ ഭഗവാൻ ഓടും. നമ്മൾ ഭഗവാന്റെ പിന്നാലെ ഓടുന്നു, ഓടിയാൽ നമുക്ക് എത്തൂല. ഭഗവാൻ രാധാറാണിയുടെ പിന്നാലെയാണ് ഓടുന്നത്. അപ്പൊ നമ്മളോ ജയ് ശ്രീ രാധേ 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 എന്ന് പറയുമ്പോൾ ഭഗവാൻ തിരിഞ്ഞു നോക്കി നമ്മുടെ പിന്നാലെ ഓടിയത്. മനസ്സിലാവുന്നുണ്ട്? ഭഗവാൻ നമ്മുടെ പിന്നാലെ ഓടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനത്തെയും നിർവ്വാണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വേദനയില്ലാത്ത ശാശ്വതമായിരിക്കുന്ന കാരുണ്യമായിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് രാധ എന്ന് പറയുന്ന നാമത്തിലൂടെ ഭഗവാൻ രാധാറാണി നമ്മളെ എത്തിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ശ്രീകൃഷ്ണ ജന്മഖണ്ഡയിലും ഒക്കെ രാധാറാണിയെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ രാധേതി സദാഹൃതി സ്ഫുരധൂമേ വിദ്യ പരാഗ്വേക്ഷര. രണ്ട് ദിവ്യാക്ഷരങ്ങൾ പറയുന്നത് കൊണ്ട് പരമവിദ്യയെ, പരമമായിരിക്കുന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീമതി രാധാറാണിയുടെ നാമമാണ്. രണ്ട് ദിവ്യാക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് പരമസത്യം ലഭിക്കുമെങ്കിൽ അത് രാധാറാണിയുടെ നാമമാണെന്ന് ആര് പറയുന്നു? ശ്രീല പ്രബോധാനന്ദ സരസ്വതിയുടെ രാസരസ സുധാനിധി എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല രാധ എന്ന നാമത്തിന്റെ ശക്തി. രാധേതി മേ ജീവനം. ശ്രീ രാധയും രാധയും മാത്രമല്ല, ശ്രീ രാധേ എന്ന അമൃതനാമം അത് എൻ്റെ ജീവശ്വാസമാണ്. ശ്രീ രാധേ രാധേ എന്ന നാമം നമ്മുടെ ജീവശ്വാസമാണ്. ഇനി മഞ്ജരീസിൽ ആരും ഹരേ കൃഷ്ണ എന്നിടരുത്, ജയ് ശ്രീ രാധേ രാധേ എന്നിടണം. ഇടുവല്ലോ അല്ലേ? ഇനി ഹരേ കൃഷ്ണ എന്നൊരു വേർഡില്ല. നമ്മളും വൃന്ദാവനവാസികളെ പോലെ, വ്രജമണ്ഡലത്തിലെ ആളുകളെ പോലെ ജയ് ശ്രീ രാധേ 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 ഈ നാമമാണ് നമ്മളും ഫോളോ ചെയ്യാൻ പോകുന്നത്. ആരാണ് ശ്രീമതി രാധാറാണി? മനസ്സിലായില്ല? അപ്പോ നമ്മള് ശ്വേതാശ്വരത ഉപനിഷത്തിൽ പറയുന്നു പരമാത്മാവിന് ബഹുശക്തികളുണ്ട്, ഒത്തിരി ശക്തികളുണ്ട് പരമാത്മാവിന്. ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ ശക്തികളെല്ലാം. അപ്പൊ ആ പ്രവർത്തനവും ആ ശക്തിയൊക്കെ ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകും. ആ ശക്തികളൊക്കെ, ആ ഒരു ബഹുശക്തികളെല്ലാം തന്നെ ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ശക്തിയെ എന്താണ് പറയുന്നത്? ബഹിർ അംഗശക്തി എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തെ ശക്തി എന്താ പറയുന്നത്? ബഹിർ അംഗശക്തി എന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ ബാഹ്യ ഊർജമാണ് ഇവിടെ, അതാണ് മായ. ക്ലിയർ? അപ്പൊ ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് ഭൗതിക ഊർജം പ്രവർത്തിക്കുന്നത് എന്ന്. ഭൗതിക ഊർജം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഊർജം, അത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഭൗതികമായിരിക്കുന്ന ബാഹ്യ ഊർജത്തിന് പുറമെ മറ്റൊരു ഊർജവും കൂടിയുണ്ട്. ഭൗതികമായിരിക്കുന്ന ഈ ബാഹ്യമായിരിക്കുന്ന ഊർജത്തിന് പുറമെ മറ്റൊരു ഊർജം കൂടിയുണ്ട്. എന്താണ്? ആന്തരിക ഊർജം. ബാഹ്യ ഊർജത്തിന് പുറമെ ആന്തരിക ഊർജം കൂടിയുണ്ട്. ആ ആന്തരിക ഊർജമാണ് എന്ത്? രാധാറാണി. അത് നമ്മൾ മറന്നുപോയി അല്ലേ? അപ്പോ ആന്തരിക ഊർജത്താൽ ആത്മീയ ലോകം പ്രകടമാകുന്നു.
ആത്മീയ ലോകം ആന്തരികമായിരിക്കുന്ന ആ ശക്തി കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യശക്തി കൊണ്ടാണ് സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ബാഹ്യശക്തിയേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്? ആന്തരിക ശക്തിയാണ്. ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഭൗതിക ലോകത്തുള്ളത്. പക്ഷെ ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണി. ഭൗതിക ലോകം ബാഹ്യശക്തിയുടെ കീഴിൽ വരുമ്പം ആത്മീയ ലോകം ആന്തരിക ശക്തിയുടെ കീഴിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആന്തരിക ശക്തിയെ ക്ലാദിനി ശക്തി എന്നാണ് പറയുന്നത്. അത് ശ്രീമതി രാധാറാണിയാണ്. ക്ലാദിനി ശക്തി അതാരാണ്? ശ്രീമതി രാധാറാണി. ഓക്കെ. അപ്പോ രാധാകൃഷ്ണന്റെ സ്നേഹബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതീന്ദ്രിയമായിരിക്കുന്ന പ്രകടനങ്ങളാണ്. അതൊരിക്കലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധമായി നമ്മൾ കാണാൻ പാടില്ല. രാധയും കൃഷ്ണനും സത്യത്തിൽ ഒന്നാണെങ്കിൽ പോലും അവർ എന്നേക്കുമായി വേർപിരിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ശ്രീമതി രാധാറാണി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ഒരു പരമോന്നത ഭക്ത. കാരണം ഭക്തി നമുക്ക് വിവരിച്ചു കാണിക്കുന്നുണ്ട്. പ്രണയിനി, പ്രണയം വിവരിച്ചു കാണിക്കുന്നുണ്ട്. അന്തർശക്തി, ആ ശക്തി വിവരിച്ചു കാണിക്കുന്നുണ്ട്. ആനന്ദം, ആ ആനന്ദം വിവരിച്ചു കാണിക്കുന്നുണ്ട്. എല്ലാ ഭഗവാന്റെ സേവനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ഗോപികമാര് ആരാണ്? ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ വികാസങ്ങൾ. ഈ ലക്ഷ്മി ദേവി, നാരായണന്റെ കൂടെയുള്ള ലക്ഷ്മി ദേവി രാധാറാണിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഭക്തി സേവനത്തിന്റെ പാതയിൽ പ്രവേശിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്തരുടെയും അടിസ്ഥാനം, ആദർശം, പരമമായിരിക്കുന്ന അഭയം ആരാണ്? ശ്രീമതി രാധാറാണിയാണ്. അപ്പൊ ആദ്യം ശ്രീമതി രാധാറാണിയുടെ കാരുണ്യം വാങ്ങാതെ നമുക്ക് എവിടേക്ക് പോകാൻ കഴിയില്ല? കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശ്രീമതി രാധാറാണിയോടുള്ള പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് അറിയായിരുന്നു അത്? ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രം ശ്രീമതി രാധാറാണിയോടുള്ള പ്രാർത്ഥനയാണ്. കൃഷ്ണന്റെ ആന്തരിക ശക്തിയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹ്ലാദിനി. ഹ്ലാദിനി എന്നാണ് പറയുന്നത്. ഹരയിൽ നിന്നാണ് ഹര എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത്, അല്ലെ? ഇത് മറ്റാരുമല്ല, ശ്രീമതി രാധാറാണിയാണ്. ഒരാൾ മഹാമന്ത്രം ജപിക്കുമ്പോ ഹേ കൃഷ്ണ ഹേ രാധേ എന്ന് പറയുമ്പോ എന്തായി? ഹരേ കൃഷ്ണ ഹരേ രാധേ എന്ന് പറയോ? ഇല്ല. ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോ ഹരേ എന്നത് ശ്രീമതി രാധാറാണി, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. അപ്പോ നമുക്ക് കൃഷ്ണനെ നേരിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഭഗവാൻ നല്ല ഭക്തവത്സലനാണ്. പക്ഷെ നേരിട്ട് പിടിക്കാൻ നമുക്ക് കിട്ടൂല, നമുക്ക് നിന്ന് തരൂല. അതാണ് മനസ്സിലാക്കണേ. എപ്പോഴും ഭക്തരെ എന്താ പറയാ പ്രീതിപ്പെടുത്താൻ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭക്തരെ പ്രീതിപ്പെടുത്താൻ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അതൊന്നുകൊണ്ടും എന്താണ്? ഹാപ്പി അല്ല. 1 കിട്ടിയാൽ 10 വേണം, 10 കിട്ടിയാൽ 20 വേണം, 20 കിട്ടിയാൽ 30 വേണം. ഇതാണ് പ്രശ്നം. ഈ ചിന്തയാണ് നമുക്ക്. എന്നാൽ ഭഗവാൻ നമുക്ക് നിറയെ തരാനിരിക്കുമ്പോ ഒരു മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്ന നമുക്ക് എഴുതിയ മരുന്നാണെങ്കിലും നമ്മൾ കഴിക്കേണ്ട മരുന്നാണ് നമ്മൾ ഒറ്റയടിക്കെടുത്ത് കഴിക്കോ? ഇല്ല. കുറച്ചായിട്ടേ കഴിക്കും. അതുപോലെ ഭഗവാൻ നമുക്ക് തരുന്ന കാരുണ്യം നമ്മൾ അറിയുന്നില്ല, കുറച്ചായിട്ടാണ് തരുന്നത്. ചെറിയ മഴച്ചാറിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, ചെറിയൊരു മഴച്ചാറിലാണ്, ഞാൻ പോയിട്ട് വരാൻ പറയും. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേ ഫുള്ളായിട്ട് നിറയും. അതേപോലെ ഭഗവാൻ കുറച്ച് തന്ന് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തും. അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ആരെ പിടിക്കണം? ശ്രീമതി രാധാറാണിയെ പിടിക്കണം. അങ്ങനെ ഒരു ഭക്തന്റെ മാനസികാവസ്ഥ ശ്രീമതി രാധാറാണിയുടെ അനുകമ്പയിലൂടെ മാറിക്കഴിഞ്ഞാൽ അവൻ ആരെ കിട്ടും? കൃഷ്ണനെ കിട്ടും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയാൽ എളുപ്പം പ്രസാദിക്കും. രാധാറാണി എന്ന് പറയുന്ന വേർഡിലൂടെ കൃഷ്ണൻ അങ്ങ് പ്രസാദിക്കും. അപ്പോൾ ഭക്തന്റെ സേവനത്തിൽ ശ്രീമതി രാധാറാണി അങ്ങ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായി? കൃഷ്ണൻ നമ്മുടെ കൂടെയായി. മനസ്സിലാവുന്നു? അപ്പൊ ആ രാധാറാണിയെ നമ്മൾ എന്ത് ചെയ്യണം? ആ രാധാറാണിയെ നമ്മൾ ഇത്രയും പെട്ടെന്ന് പിടിക്കാൻ ശ്രമിക്കണം. ആ രാധാറാണിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആനന്ദ നിർവൃതിയിലേക്കായി. പിന്നെ ഒന്നും ചിന്തിക്കണ്ട, കൃഷ്ണനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. ഭഗവാൻ നമുക്ക് ആരെ തരും? അദ്ദേഹത്തെ തന്നെ നമുക്ക് തിരിച്ചു തരും. വരുമ്പോ അദ്ദേഹത്തിന്റെ ഭക്തരും കൂടെ വരുന്നുണ്ട് ഗോലോകത്ത് നിന്ന്. അതറിയാലോ അല്ലെ? ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തരും കൂടെ വരുന്നത്. അതാണ് നമ്മുടെ പഞ്ചതത്വ മന്ത്രം. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ എന്നാ പറയുന്നത്. ഗൗര ഭക്തവൃന്ദ. ആ ഭക്തവൃന്ദർ അത് അനേകായിരം കോടാനുകൂടി എണ്ണിയാൽ ഒടുങ്ങാത്ത ഭക്തരാണ്. ഭഗവാൻ പോകുമ്പോൾ ഭഗവാന്റെ പിന്നാലെ ഈ ഭക്തരും ഒക്കെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ഭഗവാൻ ഗോലോകത്ത് നിന്ന് കൃഷ്ണനായിട്ട് അവതരിച്ച സമയത്ത് 5000 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോ എന്തായി? ഒരു പശുപാലകനായ അദ്ദേഹം വന്നപ്പോ ശ്രീമതി രാധാറാണി യഥാർത്ഥ രൂപത്തിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആരും അറിഞ്ഞില്ല, അല്ലെ? അപ്പോ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ദിവസം ചന്ദ്രന്റെ അഷ്ടമി 8ാം ദിവസം ക്ഷയിക്കുന്ന സമയത്ത് കൃഷ്ണൻ വന്നതിന് ശേഷം കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആര് വന്നു? ശ്രീമതി രാധാറാണി വന്നു.
കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീമതി രാധാറാണിയും വന്നിട്ടുണ്ട്. നന്ദഗ്രാമത്തിൽ കുറച്ച് മൈലുകൾ ദൂരത്ത് ബർസാന എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. നമ്മൾ വൃന്ദാവനത്തിൽ പോയാൽ കാണാൻ പറ്റും. ബർസാന എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഗ്രാമത്തില് വൃഷഭാനുവിന്റെയും ഭാര്യ കീർത്തിത, രാധാറാണിയുടെ അമ്മയുടെ പേരെന്താണ്? കീർത്തിത. കീർത്തിദ, ഈ ദാനത്തിന്റെ ആ കീർത്തിതയുടെയും എന്താ പറയാ അടുത്ത് താമരപ്പൂവിൽ ആ വയലിൽ വെച്ചിട്ട് ശ്രീമതി രാധാറാണി അവർ കണ്ടെത്തുകയാണ്. വൃഷഭാനുവിന്റെയും കീർത്തിതയുടെയും മകളായിട്ടാണ് പിന്നീട് വളരുന്നത്. ശ്രീമതി രാധാറാണി ആദ്യം കണ്ണു തുറന്നത് എപ്പോഴാണെന്നറിയാമോ? സാക്ഷാൽ ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ശ്രീമതി രാധാറാണി ആദ്യമായിട്ട് കണ്ണു തുറന്നത്. അതുവരെ രാധാറാണിയുടെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞിരിക്കുമായിരുന്നു. അറിയാമായിരുന്നു. കൃഷ്ണനും രാധയും തമ്മിലുള്ള ആ ഒരു അമൂല്യമായിരിക്കുന്ന ബന്ധത്തിന്റെ തീവ്രതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ലൗകിക വീക്ഷണ കോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ചിന്തിക്കാനല്ലേ, തായല്ലമ്മേ ദാണ്, ദാനത്തിന്റെ ദാ. ലൗകികമായ ഒരു രീതിയിൽ നമ്മൾ ആ ബന്ധത്തെ ഇനിയെങ്കിലും കാണാതിരിക്കുക. ആ രാധാറാണിയിൽ നിന്ന് ഗോപികമാരെ നമ്മൾ കൃഷ്ണന്റെ എന്താ പറയാ വെറും താഴെ കിടക്കിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, അങ്ങനെ എന്താണ്ടായത്? കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ഭഗവാനുമായിട്ടുള്ള ഒരു ഭക്തന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബന്ധമായ മാധുര്യ രസം, ഭഗവാനുമായിട്ടൊരു ഭക്തനുള്ള ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ മാധുര്യ രസം എന്നാണ് നമ്മൾ പറയുക. അതൊക്കെ നമുക്ക് കീർത്തിത കറക്റ്റാണ്. കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കും. അപ്പൊ ആ ഒരു ഭക്തി അത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ശ്രീമതി രാധാറാണിയും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു മാധുര്യ ഭക്തി എന്താ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മുടെ സ്വരൂപ ദാമോദര ഗോസ്വാമി പറയുന്നത്, രാധയുടെയും കൃഷ്ണന്റെയും പ്രണയബന്ധങ്ങൾ ഒരു സാധാരണ ബന്ധമല്ല, ഭൗതിക സ്നേഹ ബന്ധങ്ങളാണത്. ആണോ? ഒരു സാധാരണ ബന്ധമല്ല, ഭൗതിക സ്നേഹ ബന്ധങ്ങളാണത്. ഭൗതിക ലോകത്താണ് നമുക്ക് കാമുകനും കാമുകിയൊക്കെ ഉള്ളത്, ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ളത്. അതൊക്കെ എവിടെ കാണാൻ പറ്റും? ശ്രീമതി രാധാറാണിയിലും കൃഷ്ണനിലും കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തുള്ള ഒരു മധുരമായിരിക്കുന്ന മാധുര്യ രസം നമ്മൾ ഇവരിലൂടെ വളർത്തിയെടുക്കണം. അങ്ങനെ ഈ ഒരു വെറും കേവലമായ രീതിയിൽ താഴേക്കിടയിൽ കിടക്കുന്ന ബന്ധമായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ വിഡ്ഢികളാണ് ആ വ്യക്തികൾ. അവരൊരിക്കലും കൃഷ്ണനെ ആരാധിക്കാൻ യോഗ്യതയുള്ള വ്യക്തികളല്ല. അവരെയാണ് എന്തെന്ന് പറയുന്നത്? സാധാരണ മനുഷ്യരെന്ന് പറയുന്നത്. അസാധാരണമായിരിക്കുന്ന മനുഷ്യരൊരിക്കലും രാധാകൃഷ്ണ പ്രേമ ബന്ധത്തെ ഒരു സാധാരണ പ്രണയമായി കാണില്ല. അവർക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വഭാവം അറിയാം. എന്നാൽ സാധാരണ മനുഷ്യർക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വഭാവം അറിയില്ല. അവരെന്താ ചെയ്യുന്നത്? കൃഷ്ണന്റെ രാസലീല അനുകരിക്കാൻ വേണ്ടി ഗോപികമാരോടൊപ്പമുള്ള നൃത്തം, ഇതൊക്കെ വേറെ ലെവലിൽ കണ്ടിട്ട് അതൊരു കുറ്റമായി ചിത്രീകരിക്കുന്നു. പക്ഷെ ഇതൊന്നും കുറ്റവുമല്ല, തെറ്റുമല്ല. ഇതൊക്കെ ഭക്തിയുടെ പാതയിൽ ആരംഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സാധാരണ വ്യക്തികൾ കാണുന്ന ബന്ധം എന്ന് പറയുന്നത് വളരെ ചീപ്പായ ബന്ധങ്ങൾ. അത് ആധ്യാത്മിക ലോകത്തെ ബന്ധവുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ആധ്യാത്മിക ലോകത്തെ ബന്ധവുമായി കണക്ട് ചെയ്യേണ്ട വ്യക്തികളല്ല ആര്? സാക്ഷാൽ കൃഷ്ണനും രാധയും. അപ്പൊ ഭഗവാനെയും ശ്രീമതി രാധാറാണിയെയും സേവിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കരുണയുള്ള അമ്മയോടെന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീമതി രാധാറാണിയോട് പ്രാർത്ഥിക്കണം. രാധാകൃഷ്ണ പ്രേമം നമുക്കുള്ളിൽ വളരാൻ ശ്രീമതി രാധാറാണിയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ശ്രീമതി രാധാറാണിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു, ഭക്തിയുടെ അമൃത്, അതാണ് ഭക്തിരസാമൃത സിന്ധു. അപ്പൊ ആ ഒരു അമൃതിൽ പറയുന്നത് പോലെ കൃഷ്ണന് 64 അതീന്ദ്രിയ ഗുണങ്ങളുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണന് 64 അതീന്ദ്രിയ ഗുണങ്ങളുണ്ട്. ശ്രീമതി രാധാറാണിക്കോ 25 അതീന്ദ്രിയ ഗുണങ്ങൾ. നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളോട് നമുക്കൊരു ആകർഷണം ഉണ്ടാവും അല്ലെ? അങ്ങനെ ശ്രീമതി രാധാറാണിയുടെ വ്യക്തിത്വം കൊണ്ട് കൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ ചഞ്ചല ഹൃദയനായി പോകും. എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കും. ആ ഒരു ആലാപന കലയിൽ ഭയങ്കര വിദഗ്ധയാണ്. കൃഷ്ണൻ എവിടെ മാറി നിന്നാലും ശ്രീമതി രാധാറാണി എന്ന് പറഞ്ഞാൽ ഓടി വരും. അതാണ് കൃഷ്ണനെ ഇളക്കി വിടാൻ ആർക്ക് സാധിക്കും എന്ന് പറയുന്നത്? രാധാറാണിക്ക് സാധിക്കും എന്ന് പറയുന്നത്. മധുരമായി സംസാരിക്കാൻ രാധാറാണിക്ക് സാധിക്കും. സ്ത്രീ ആകർഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വിദഗ്ധയാണ് ശ്രീമതി രാധാറാണി. എളിമയും സൗമ്യതയുടെയും നിറകുടമാണ് ശ്രീമതി രാധാറാണി. എപ്പോഴും കരുണയുണ്ട്, നല്ല തന്ത്രശാലിയാണ്, ഭംഗിയായി വസ്ത്രം ധരിക്കാൻ അറിയാം. അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളാണ് ശ്രീമതി രാധാറാണിക്ക്. എപ്പോഴും ലജ്ജാശീലയാണ് ശ്രീമതി രാധാറാണി. ഭയങ്കര ലജ്ജയാണ്. എപ്പോഴും ആദരവുള്ള ഒരാളാണ് ശ്രീമതി രാധാറാണി. എപ്പോഴും ക്ഷമയുള്ള ഒരാളാണ് ശ്രീമതി രാധാറാണി. വളരെ ഗുരുതരമാണ് ശ്രീമതി രാധാറാണി. ചിലപ്പോൾ ഒരു കുഞ്ഞു വിഷമം വന്നാൽ മതി, സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? എപ്പോഴും ആസ്വദിച്ചുകൊണ്ടേയിരിക്കും ശ്രീമതി രാധാറാണി. എപ്പോഴും ഉയർന്ന ഭക്തിയിലാണ് ശ്രീമതി രാധാറാണി സ്ഥിതി ചെയ്യുന്നത്.
ചെറിയ ഭക്തിയൊന്നുമല്ല, ഉയർന്ന ഭക്തി. ഗോകുല നിവാസികളുടെ സ്നേഹത്തിന്റെ വാസസ്ഥലം, ഗോകുലത്തിലെ ജനങ്ങളുടെ സ്നേഹത്തിന്റെ വാസം എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. എല്ലാത്തരം ഭക്തർക്കും അഭയം നൽകാൻ ശ്രീമതി രാധാറാണിക്ക് സാധിക്കും. എപ്പോഴും മുകളിലുള്ളവരോടും താഴെയുള്ളവരോടൊക്കെ ഒരേ വാത്സല്യമാണ്. ജാതിയോ മതമോ കുലമോ ഒന്നും രാധാറാണി സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കുന്നവരോട് രാധാറാണിക്ക് ഇഷ്ടവുമല്ല. ഉയർന്ന കുലത്തിൽ ജനിച്ചു, താഴ്ന്ന കുലത്തിൽ ജനിച്ചു, ഇങ്ങനെയുള്ള സംസാരങ്ങൾ രാധാറാണിക്ക് ഇഷ്ടമല്ല. രാധാറാണി അത് സഹിക്കില്ല. എപ്പോഴും സഹകാരികളുടെ ഇടപാടുകൾ, അത് എപ്പോഴും കൂടെ ഇങ്ങനെ രാധാറാണിയുടെ കൂടെ ഒരുപാട് ഗോപികമാരും എന്താ പറയാ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. കൃഷ്ണന്റെ കാമുകിമാർ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് നമ്മുടെ ശ്രീമതി രാധാറാണിക്ക്. കൃഷ്ണനെ എപ്പോഴും നിയന്ത്രണത്തിൽ നിർത്തും രാധാറാണി. കാരണം എന്താണ്? ഊർജമാണത്. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ കൃഷ്ണൻ നിൽക്കുന്നതുകൊണ്ട് കൃഷ്ണന് ആകർഷകൻ എന്ന് പറയുന്നത്. എന്നാൽ ശ്രീമതി രാധാറാണിയോ ആ ആകർഷകനായിരിക്കുന്ന കൃഷ്ണനെ പോലും ആകർഷിക്കുന്നു. എല്ലാവരും കൃഷ്ണനിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ ആകർഷകൻ എന്ന് വിളിക്കും. പക്ഷെ ആ കൃഷ്ണനെ രാധാറാണിയിലേക്ക് രാധാറാണി ആകർഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേദഹം സമതീധാനി, അതായത് എനിക്കെല്ലാം അറിയാം എന്ന് കൃഷ്ണൻ എന്താ പറയുക പറഞ്ഞെങ്കിലും രാധാറാണിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ കൃഷ്ണൻ പരാജയപ്പെട്ടു പോയി. കൃഷ്ണൻ എല്ലാം അറിയാമെങ്കിലും രാധാറാണിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പാവം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കൃഷ്ണൻ അച്യുതനാണ്, അചിന്തനീയനാണ്. എന്നാൽ അദ്ദേഹത്തിന് രാധാറാണി എന്ന് പറയുന്ന ചിന്തകൾക്കും അപ്പുറമാണ്. അദ്ദേഹം ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് രാധാറാണി. രാധാറാണി എന്ന് പറഞ്ഞാൽ മികച്ച ഒരു വ്യക്തിത്വമാണ്. കൃഷ്ണൻ വിചാരിച്ചു എല്ലാം നിറഞ്ഞിരിക്കുന്നു, എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണനാണെന്ന്. എന്നിട്ടും എനിക്ക് രാധാറാണിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. കൃഷ്ണന്റെ ഒരു ഇതാണ്, എനിക്ക് രാധാറാണിയെ പൂർണ്ണമായി മനസ്സിലാക്കണം. ഈ ചോദ്യം കൃഷ്ണനെ സ്വയം മനസ്സിലാക്കാനുള്ള രാധാറാണിയുടെ പ്രവർത്തനങ്ങളെ, പ്രവണതകളെ നമ്മൾ അംഗീകരിച്ചു തരികയാണ്. അപ്പൊ എത്രയോ മുകളിലാണ് ശ്രീമതി രാധാറാണി. അങ്ങനെ 500 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി വന്നപ്പോൾ ശ്രീമതി രാധാറാണിയുടെ മാനസികാവസ്ഥയിലും അവരുടെ സ്വർണ്ണ നിറത്തിലുമൊക്കെ ഏറ്റവും നല്ല ഭക്തനായിക്കൊണ്ട് ദേവി ജനിക്കുകയാണ് അല്ലെ. നിത്യാനന്ദ പ്രഭുവായിട്ട് സ്വർണ്ണവർണ്ണ നിറത്തോടുകൂടി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായപ്പം ദേവി നിത്യാനന്ദ പ്രഭുവായി. ഒട്ടും ഇവർ പിരിയുന്നില്ല. ആ രാധാറാണിയുടെ ഭക്തിയുടെ ആഴം കൃഷ്ണൻ മനസ്സിലാക്കാനാണ് അദ്ദേഹം നിത്യാനന്ദ പ്രഭുവായിട്ട് ജനിക്കുന്നത്. ഓക്കെ, ശ്രീമതി രാധാറാണിയുടെ ഉത്തമ മഹാഭാഗവത് എന്ന ഭക്ത എന്ന നിലയിൽ എന്താ പറയാ, ശ്രീമതി രാധാറാണിയാണ് ഏറ്റവും വലിയ ഭക്ത, ഏറ്റവും വലിയ കരുണയുള്ളവർ. ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോയ ഒരുപാട് ആത്മാക്കളുണ്ട് നമ്മളെ പോലെയുള്ളവരല്ലേ. അവരുടെ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിക്ക് താങ്ങാൻ സാധിക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രീമതി രാധാറാണിയോട് ഒരു വട്ടം പറഞ്ഞു നോക്കിക്കേ, ആ പ്രശ്നങ്ങൾ അവിടെ തീരും. ആ സെക്കൻഡ് അവിടെ ഭഗവതി തീർത്തു തരും. ആരാധയ എന്നാൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന. എന്നാൽ രാധ എന്ന വാക്ക് അതിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞല്ലേ. ആരാധന എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് എന്നാണ് അർത്ഥം. അതുപോലെ അപരാധ കുറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? രാധയ്ക്കെതിരെ എന്നാണ്. അപരാധ രാധയ്ക്കെതിരെ, ആരാധന രാധേ. അങ്ങനെ അപരാധ കുറ്റങ്ങൾ രാധയ്ക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് പോലെ രാധയ്ക്കെതിരെ എന്നാണ്. ആ ഒരു ഭക്തി നിർഭരമായിരിക്കുന്ന സേവനം പോലെ അനുഷ്ഠിക്കുമ്പോൾ ശ്രീമതി രാധാറാണി പ്രസാദിക്കുന്നുണ്ട്. ഒരിക്കലും രാധാറാണിക്ക് ചെറുതെന്നോ വലുതെന്നോ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഒന്നുമില്ല. കൃഷ്ണനോ അവന്റെ ഭക്തന്മാർക്കോ എന്തെങ്കിലും ഒരു വൈഷ്ണവ അപരാധം ചെയ്തു കഴിഞ്ഞാൽ അവർ രാധാറാണിയാണ് വേദനിപ്പിക്കുന്നത്. ഒരിക്കലും വൈഷ്ണവ അപരാധം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കരുത് അവരെ വേദന ഇല്ല, ശ്രീമതി രാധാറാണിയാണ് വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തരുടെ സംരക്ഷണത്തിനും ഉപദേശത്തിനും ഉപകാരിയായിട്ടൊക്കെ ആര് നിൽക്കുന്നു? ശ്രീമതി രാധാറാണി നിൽക്കുന്നു. ഒരാത്മാവ് കൃഷ്ണയെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശ്രീമതി രാധാറാണി സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്ക് തന്നെ സത്സംഗങ്ങളിലൂടെ ഭഗവാൻ അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി രാധാറാണി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭക്തിയുടെ പുരോഗതിയുടെ ചുമതല രാധാറാണിയാണ് ഏറ്റെടുക്കുന്നത്. ഒരാള് ഇപ്പൊ പ്രമീള മാതാജി കൃഷ്ണനെ അറിയാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ രാധാറാണി മാതാജിയുടെ കൂടെയുണ്ട്. ഭക്തിയുടെ ആഴമളക്കാൻ മാതാജിയുടെ കൂടെയുണ്ട്. അങ്ങനെ പ്രസാദിക്കുമ്പോൾ കൃഷ്ണൻ എന്തായി? ഒരു യാന്ത്രികമായിട്ട് അവിടെ ഇരിക്കും. കൃഷ്ണൻ ഒന്നും തരില്ല, നമുക്ക് ഒരു കാര്യവും തരില്ല. തരുന്നതെല്ലാം ആരായിരിക്കും? സാക്ഷാൽ ശ്രീമതി രാധാറാണിയായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള രാധാറാണിയെ സോങ് നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ടാം. അപ്പൊ മനസ്സിലായോ രാധാറാണി ആരാണെന്ന്? ഇതുകൊണ്ട് തീർന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി രാധാറാണിയുടെ ക്ലാസ്സുകൾ ഇനിയും പെൻഡിങ് ആണ്, നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ രാധാഷ്ടമിയിൽ നമുക്ക് രാധാറാണിയെ കുറിച്ച് പറയാൻ സാധിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ക്ലാസ്സിൽ കയറുന്ന സമയത്ത് രാധേ രാധേ എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി, രാധേ രാധേ എന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
നല്ല കുട്ടികളായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകും, എല്ലാ കരുണയും ഉണ്ടാവും. സന്തോഷം മാത്രം ഇരിക്കട്ടെ. രാധാറാണിയുടെ കാരുണ്യം ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നമ്മളൊരു 3 ക്ലാസ്സുകളോടുകൂടി അല്ലെങ്കിൽ 4 ക്ലാസ്സോടുകൂടി രാധാറാണിയുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. 4 പോവില്ല, ഒരു 3 ക്ലാസ്. ഓക്കെ, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും. താങ്ക് യു സൈന ചേച്ചി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പ്രേഷൻ കി ജയ്. ജയ് ശ്രീ രാധേ രാധേ.